90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. अब की बार किसकी सरकार? ജോ ബൈഡൻ അതല്ല ഡൊണാൾഡ് ട്രംപ്? ചരിത്രം വഴി മാറുമോ അതല്ല വീണ്ടും അതേ വഴിയിൽ തന്നെ ചരിത്രം ഉറയ്ക്കുമോ? ഡൊണാൾഡ് ട്രംപ് 46ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായി എനിക്ക് പിന്നിൽ കാണുന്ന ഈ വൈറ്റ് ഹൗസിന്റെ അധിപനായി മാറാൻ എത്രത്തോളം സാധ്യതയുണ്ട് ഈ അവസാന ലാപ്പിൽ? ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും നേർക്കുനേർ തീപാറുന്ന പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഏർലി വോട്ടുകൾ 10 കോടിയിലധികം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവശേഷിക്കുന്ന വോട്ടുകൾ അരമണിക്കൂറിനകം അമേരിക്കയിൽ ന്യൂജേഴ്സി, ന്യൂയോർക്ക് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ ആരംഭിക്കും. അതായത് 4:30 നേരിട്ട് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന പ്രക്രിയ ആരംഭിക്കും. നാളെ ഇന്ത്യൻ സമയം രാത്രി 10 മണിയോടുകൂടി മിക്കവാറും എല്ലാ സ്റ്റേറ്റിലെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകും. പക്ഷേ തപാൽ വോട്ടെണ്ണാൻ കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ട് നാളെ വൈകുന്നേരത്തോടുകൂടി കൃത്യമായ ചിത്രം കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഏകദേശ ചിത്രങ്ങൾ കിട്ടും. അരിസോണ, ഫ്ലോറിഡ, പെൻസിൽവാനിയ, ഈ 3 സ്വിംഗ് സ്റ്റേറ്റുകൾ ആർക്കൊപ്പം എന്നുള്ളത് ഒരു പക്ഷേ നാളെ സൂചനകൾ ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം 10 മണിയോടുകൂടി ലോകം തന്നെ കാത്തിരിക്കുന്ന അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തുടരുമോ, ജോ ബൈഡൻ ചരിത്രം വഴിമാറ്റി വരുമോ എന്നുള്ളത് തിരിച്ചറിയാം. എന്തായാലും ഈ വിഷയം നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം വിദേശകാര്യ വിദഗ്ധരുണ്ട്, അമേരിക്കയിൽ ഏറെക്കാലം ജോലി ചെയ്തിരുന്നവരുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് എക്സ്പേർട്ട് ഉണ്ട്. നമ്മൾ ആഴത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വാഴുമോ വഴി മാറുമോ? വെൽക്കം. നമ്മൾ ചർച്ചയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് പോയി തിരികെ വരാം. ഹെഡ്ലൈൻസ്. വയനാട്ടിൽ മാവോയിസ്റ്റ് പോലീസ് ഏറ്റുമുട്ടൽ, ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. സംഭവം ഇന്ന് പുലർച്ചെ പടിഞ്ഞാറത്തറ വാളരംകുന്ന് വനമേഖലയിൽ. പെട്രോളിംഗിനിടെ തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ വെടിയുതിർത്തുന്ന പോലീസ്. സംഘത്തിൽ 6 പേരെന്ന വയനാട് SP ജി പൂങ്കുഴലി 24-നോട്. മേഖലയിൽ തെരച്ചിൽ തുടരുന്നു. വ്യാജ ഏറ്റുമുട്ടലുകളെ കുറിച്ച് അന്വേഷണം വേണമെന്ന് KPCC പ്രസിഡന്റ്. ലഹരിക്കടത്തിലെ സാമ്പത്തിക ഇടപാട് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് സംഘം തിരുവനന്തപുരത്ത്. ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ പരിശോധന നടത്തും. ആദായ നികുതി സംഘവും ED-ക്കൊപ്പം. ബിനീഷ് കൊടിയേരിയെ കാണാൻ അഭിഭാഷകനെ ബാംഗ്ലൂരുവിൽ അനുവദിച്ചില്ല. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ. ചോദ്യം ചെയ്യൽ തുടരുന്നു. വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിൽ UAE കോൺസുലേറ്റിലെ മുൻ അക്കൗണ്ടിനെ പ്രതി ചേർക്കാൻ കസ്റ്റംസ് അനുമതി തേടി കോടതിയിൽ ഹർജി നൽകി. ഖാലിദ് മുഹമ്മദ് ഷൗക്രിക്കെതിരെ റെഡ് കോർണർ നോട്ടീസിന് നീക്കം. സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും എൻഫോഴ്സ്മെന്റ് ജയിലിൽ ചോദ്യം ചെയ്യുന്നു. യൂണിറ്റാക് ഉടമ സന്തോഷ് ഇപ്പൻ നൽകിയ ഐഫോണുകൾ പിടിച്ചെടുക്കാൻ വിജിലൻസ് തീരുമാനം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ്. വിധിയെഴുതുന്നത് സീമാഞ്ചൽ മേഖലയിലെ 94 മണ്ഡലങ്ങൾ. തേജസ്വി യാദവും നിതീഷ് കുമാർ മന്ത്രിസഭയിലെ 6 മന്ത്രിമാരും ജനവിധി തേടുന്നു. മധ്യപ്രദേശ് നിയമസഭയിലെ 24 മണ്ഡലങ്ങളിലേക്കുള്ള നിർണായക വോട്ടെടുപ്പും പുരോഗമിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. അഭിപ്രായ സർവേകളിൽ ജോ ബൈഡന് മുൻതൂക്കം. ബാറ്റിൽ ഗ്രൗണ്ട് സംസ്ഥാനങ്ങൾ നിർണായകമാവും. തപാൽ വോട്ടുകളും ഏർലി വോട്ടുകളും രേഖപ്പെടുത്തിയത് 10 കോടിയോളം പേർ. തെരഞ്ഞെടുപ്പ് ഫലം വൈകിയേക്കുമെന്ന് സൂചന. സംഘർഷ സാധ്യത കണക്കിലെടുത്ത നഗരങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഫ്രാൻസിന് പിന്നാലെ ഓസ്ട്രിയൻ തലസ്ഥാനമായി വിയന്നയിൽ ഭീകരാക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്ക്. മരിച്ചവരിൽ ഒരു ഭീകരനും. നഗരത്തിലെ 6 ഇടങ്ങളിൽ ആയുധധാരികൾ വെടിയുതിർത്തു. സുരക്ഷാ ചുമതല സൈന്യം ഏറ്റെടുത്തു. അപലപിച്ച് ലോകം. കാബൂൾ യൂണിവേഴ്സിറ്റിയിൽ വെടിവയ്പ്, 22 മരണം. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് IS. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. 24 മണിക്കൂറിനിടെ 38,310 പോസിറ്റീവ് കേസുകളും 490 മരണവും. രോഗമുക്തി നിരക്ക് 92% കടന്നു. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് വൈകും. അന്തിമ തീരുമാനം കോവിഡ് വിദഗ്ധ സമിതി യോഗത്തിന് ശേഷം. ക്ലാസുകൾ തുടങ്ങാൻ സജ്ജമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. IPL-ൽ മുംബൈക്ക് പിന്നാലെ ഡൽഹിയും ബാംഗ്ലൂരും. പ്ലേ ഓഫിൽ ഡൽഹി സ്ഥാനമുറപ്പിച്ചത് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തി. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഹൈദരാബാദ് ഇന്ന് മുംബൈക്കെതിരെ. മത്സരഫലത്തിൽ കണ്ണും നട്ട് കൽക്കത്ത.
46ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് അതാരായിരിക്കും എന്നറിയാൻ ആദ്യ സൂചനകളെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. വഴിമാറുമോ അതല്ല ഡൊണാൾഡ് ട്രംപ് വാഴുമോ എന്ന ഈ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുന്നത്. ചർച്ചയിലേക്കുള്ള അതിഥികളെ പരിചയപ്പെടും മുമ്പ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താകും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും വ്യത്യസ്ത സമയങ്ങളിൽ അഭിപ്രായ സർവേകളിൽ രേഖപ്പെടുത്തിയ കണക്കനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തായിരിക്കാം? അല്പസമയത്തിനകം ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും പോളിംഗ് സ്റ്റേഷനിലേക്ക് ആദ്യത്തെ വോട്ടർമാർ എത്തുന്നതോടുകൂടി അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ഡയറക്ട് പോളിംഗിന് തുടക്കമാകും. ഏർലി വോട്ടിംഗ് നേരത്തെ ആരംഭിച്ചിരുന്നു. മെയിൽ ഇൻ വോട്ടേഴ്സും ഇതിനകം 10 കോടി വോട്ടർമാർ തങ്ങളുടെ മനസാക്ഷിയുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞു. ആർക്കനുകൂലം, ഡൊണാൾഡ് ട്രംപിനോ അതോ ജോ ബൈഡനോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്ക് കടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അമേരിക്കയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയം എന്താവും? കോവിഡ് ആണോ, വംശീയ കൊലപാതകങ്ങളാണോ, സാമ്പത്തിക വിഷയങ്ങളാണോ? ഇതിൽ സർവേയിൽ ചില സൂചനകൾ നമ്മുടെ മുന്നിലുള്ളത്, സാമ്പത്തിക വിഷയങ്ങൾ 88% റിപ്പബ്ലിക്കൻ അനുകൂലികൾക്കും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമാകുമ്പോൾ 72% ഡെമോക്രാറ്റുകൾക്കാണ് സാമ്പത്തിക വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വോട്ടിംഗ് പ്രിഫറൻസ് നിശ്ചയിക്കുന്ന തീരുമാനം ആകുന്നത്, വിഷയമാകുന്നത് എന്നർത്ഥം. ഇതിൽ ചില സൂചനകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സൂചനകൾ നമുക്ക് നമ്മളുടെ അതിഥികളോട് ചോദിക്കാം. ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം വോട്ടിങ്ങിനെ സ്വാധീനിക്കും? 48% റിപ്പബ്ലിക്കൻസും പറയുന്നത് ഈ ഹെൽത്ത് കെയർ തങ്ങളുടെ വോട്ടിംഗ് പ്രിഫറൻസിനെ സ്വാധീനിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 48% റിപ്പബ്ലിക്കൻസിനെ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാകുമ്പോൾ 84% ഡെമോക്രാറ്റുകൾ ഹെൽത്ത് കെയർ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാണെന്ന് പറയുന്നു. ഇവിടെയാണ് ജോ ബൈഡൻ ഈ ക്യാമ്പയിനുകളിൽ പൂർണ്ണമായും കോവിഡിനെ മുൻനിർത്തി ഡൊണാൾഡ് ട്രംപിനെ ആക്രമിച്ചത് എന്നതുകൂടി അറിയണം. സുപ്രീം കോടതിയിൽ നടന്ന കൺസർവേറ്റീവ് ജഡ്ജിമാരുടെ തിടുക്കത്തിലുള്ള അപ്പോയിന്റ്മെന്റുകൾ അത് വിവാദമായിരുന്നു. ഈ വിഷയം 66% ഡെമോക്രാറ്റുകൾക്കും തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാണ്. പക്ഷേ 61% റിപ്പബ്ലിക്കൻസ് പറയുന്നു. അതായത് 5% ഇതിൽ വ്യത്യാസം കാണാം. ഡെമോക്രാറ്റ്സിനെ അപേക്ഷിച്ച് റിപ്പബ്ലിക്കൻസിൽ വലിയ പ്രാധാന്യം കാണിക്കുന്നില്ല ഈ സുപ്രീം കോടതി അപ്പോയിന്റ്മെന്റ്. പക്ഷേ 61% ആളുകളും അക്കാര്യത്തിൽ ഈ ഡൊണാൾഡ് ട്രംപിനൊപ്പമാണ് എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. കൊറോണ വൈറസ് ഔട്ട്ബ്രേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, ഇതാണ് ഏറ്റവും രസകരമായ സ്റ്റാറ്റിസ്റ്റിക്സ്. 82% ഡെമോക്രാറ്റുകളും പറയുന്നു കൊറോണ വൈറസ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുന്നതിന് മുഖ്യ വിഷയമാണ് എന്ന്. പക്ഷേ റിപ്പബ്ലിക്കൻ അനുകൂലികളിൽ 39% മാത്രമേ കൊറോണ വൈറസ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാണെന്ന് വിശ്വസിക്കുന്നുള്ളൂ. ഡൊണാൾഡ് ട്രംപിനെ പോലെ മാസ്ക് ഇല്ലാതെ, സയൻസിൽ അടിസ്ഥാനമില്ലാതെ, ഏതെങ്കിലും തരത്തിൽ കോവിഡിനെ തുടർന്ന് വീടിനുള്ളിൽ അടച്ചിരിക്കാൻ താല്പര്യപ്പെടാത്തവർ 39% മാത്രമാണ് എന്നാണ് പറയുന്നത്. 82% ഡെമോക്രാറ്റുകൾക്കും തെരഞ്ഞെടുപ്പിൽ ഇത് മുഖ്യ വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട തുറുപ്പുചീട്ടായിരിക്കും ഇത് ജോ ബൈഡന്. വയലന്റ് ക്രൈം, ഏതെങ്കിലും തരത്തിൽ ലെഫ്റ്റ് റാഡിക്കൽസിന്റെ പ്രതിഷേധ പരിപാടികൾ അത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ? വെള്ളക്കാരുടെ മനസമാധാനം കെടുത്തുന്ന വയലൻസ് 74% റിപ്പബ്ലിക്കൻസും പറയുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് തുടരുകയാണെങ്കിൽ ലോ ആൻഡ് ഓർഡർ വിൽ ബി സേഫ്. ജോ ബൈഡൻ വരികയാണെങ്കിൽ ഇവിടെ റാഡിക്കൽസ്, ലെഫ്റ്റ് ഗ്രൂപ്പ്സ്, ഈ വിവിധ വംശജരായിട്ടുള്ളവർ, ബ്ലാക്ക് പീപ്പിൾ, ഇവരെല്ലാവരും കൂടുതൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിലേക്ക് വരാൻ സാധ്യതയുണ്ട്. 46% ഡെമോക്രാറ്റ്സ് മാത്രമേ തൈസിസിൽ വിശ്വസിക്കുന്നുള്ളൂ. സോ ഫോറിൻ പോളിസി, വിദേശനയം, അത് ഏറെക്കുറെ അസ്ഥിരമായി തുടരുന്ന വിദേശനയമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. WHO, UNO, നോർത്ത് കൊറിയ, ദെൻ എബ്രഹാം അക്കോർഡ് തുടങ്ങി മിഡിൽ ഈസ്റ്റ് പോളിസി അടക്കം, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധത്തിലടക്കം, ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ബന്ധത്തിലടക്കം വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച ഡൊണാൾഡ് ട്രംപിന്റെ ഫോറിൻ പോളിസി 57% റിപ്പബ്ലിക്കൻസ് പറയുന്നു യെസ് ദാറ്റ് മാറ്റേഴ്സ്, അത് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമാണ്. ഗൺ പോളിസി 60% റിപ്പബ്ലിക്കൻസിനും പ്രധാനപ്പെട്ട വിഷയം. 50% ഡെമോക്രാറ്റ്സിന് ഗൺ പോളിസി തെരഞ്ഞെടുപ്പിൽ മാറ്റർ ചെയ്യും അഥവാ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു. റേസ് എത്നിക് ഇൻഇക്വാലിറ്റി, ജോർജ് ഫ്ലോയിഡിന്റെ നിഷ്ഠൂരമായ കൊലപാതകത്തിന് ശേഷം അമേരിക്കയിൽ രൂപം കൊണ്ട ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രക്ഷോഭം 76% ഡെമോക്രാറ്റ്സ് പറയുന്നു ഇറ്റ് മാറ്റേഴ്സ്, തെരഞ്ഞെടുപ്പിൽ അത് പ്രധാനപ്പെട്ട വിഷയം. 24% റിപ്പബ്ലിക്കൻസ് പറയുന്നു, 24% പറയുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിനി എൻ്റെ അതിഥികളിലേക്ക് കൂടി വളരെ വേഗം പോകണം. അതിനു മുമ്പ് ഇമിഗ്രേഷൻ പോളിസിയിൽ 46% ഡെമോക്രാറ്റ്സുകൾ കണ്ടുവയ്ക്കുന്നു, 61% റിപ്പബ്ലിക്കൻസ് ഇതിൽ കൺസേൺഡ് ആണ് എന്നാണ് നമ്മളോട്
ഇതുവരെ നടന്ന അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ അതിഥികളായി മുൻ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ചേരുന്നു. ആരോഗ്യ വിദഗ്ധനും മുൻ ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥനും കഴിഞ്ഞ 7 വർഷത്തോളം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും അമേരിക്കയിൽ നേരിട്ട് വീക്ഷിച്ച ഡോക്ടർ SS ലാൽ നമുക്കൊപ്പമുണ്ട്. BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PR ശിവശങ്കർ നമുക്കൊപ്പം ചേരുന്നു. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസും നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് ഡോക്ടർ ജി ഗോപകുമാറിലേക്ക്. ഡോക്ടർ ജി ഗോപകുമാർ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ മുതൽ ഒരു 15-16 മിനിറ്റുകൾക്കുള്ളിൽ അമേരിക്കയിലെ പോളിംഗ് ബൂത്ത് ഓപ്പൺ ആവും. അതിൽ ഈ പറയുന്ന ന്യൂജേഴ്സി, ന്യൂയോർക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ വോട്ടർമാർ നേരിട്ട് പോയി വിധി എഴുതും. ഇതിനകം 10 കോടിയോളം വോട്ടർമാർ എയർലി വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഏകദേശം ഒരു 70%. കഴിഞ്ഞ തവണ വോട്ട് രേഖപ്പെടുത്തിയത് 13.5 കോടിയാണെങ്കിൽ അതിൻ്റെ ഒരു 70%-ഓളം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഈ കോവിഡ് മഹാമാരിക്കിടയിലും ഒരു വലിയ വോട്ടർ ടേൺ ഔട്ടായിട്ട് താങ്കൾ കണക്കാക്കുന്നുണ്ടോ? ഈ വലിയ വോട്ടർ ടേൺ ഔട്ടും ഈ ലാസ്റ്റ് മൊമെന്റ് പെൻസിൽവാനിയ, അരിസോണ, ഫ്ലോറിഡ, ഈ 3 സ്വിംഗ് സ്റ്റേറ്റുകളും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എന്താണ് അങ്ങയുടെ നിരീക്ഷണം? തീർച്ചയായിട്ടും ഇപ്പോൾ പാൻഡമിക് ശക്തിയായി വന്നതും രണ്ടാമത്തെ ഒരു തരംഗം പോലെ വീണ്ടും പാൻഡമിക് ശക്തമായി വന്നതുമെല്ലാം അമേരിക്കയിലെ ജനതയെ കാര്യമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. 2.5 ലക്ഷത്തോളം ആൾക്കാർ ഇതിനകം മരിച്ചു കഴിഞ്ഞു എന്നുള്ള കണക്കുകൾ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം കോവിഡ് തന്നെയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സാമ്പത്തിക പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനായിട്ട്. അതിന് മുമ്പുള്ളൊരു സാമ്പത്തിക ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 7 മാസമായിട്ട് ശക്തമായിട്ട് കോവിഡ് കൊണ്ടുവന്ന സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഈ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ തന്നെയാണ്. കാരണം വംശീയത പ്രത്യേകിച്ച് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ പോവുകയും അതിൻ്റെ ഫലമായിട്ട് കറുത്തവർഗ്ഗക്കാർക്കും ന്യൂനപക്ഷക്കാർക്കും എല്ലാം ഒറ്റപ്പെടലുണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ചുരുക്കത്തിൽ വിദേശ നയത്തേക്കാൾ ആഭ്യന്തര നയങ്ങൾ തന്നെയാണ് പ്രശ്നം. ഈ പാൻഡമിക് വന്നതിന് ശേഷം തൊഴിലില്ലായ്മ വല്ലാണ്ടങ്ങ് വർദ്ധിച്ചു. അപ്പോൾ അതിനെതൊരു പോളിസി കൊണ്ടുവരാനോ മറ്റ് ക്ഷേമ പരിപാടികൾ നൽകി ജനങ്ങൾക്ക് പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒരു പ്രധാന ഘടകമാണ് ഇത്തവണ പോളിംഗ് വർദ്ധിക്കാൻ. ഇത്തവണത്തെ വലിയൊരു ആവേശം തിരഞ്ഞെടുപ്പിന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ട്രംപിൻ്റെ 4 വർഷത്തെ ഒരുപക്ഷെ വിവാദപൂർണമായ ഒരു ഭരണം തന്നെയാണ്. ട്രംപിൻ്റെ മെർക്കൂറിയൽ ടെമ്പർമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ, രാജ്യത്തിനകത്തൊന്ന് പറയും പുറത്തൊന്ന് പറയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, WHO ചലഞ്ച് ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദേശ നയങ്ങളിൽ ചൈനയെ മുൻ ശത്രുവായി നിർത്തി. അതോടൊപ്പം മറ്റ് രാജ്യങ്ങളിൽ റഷ്യയെ ഒറ്റപ്പെടുന്ന രീതിയിൽ നിർത്തി. എന്തിനേറെ പറയുന്നു, സഹോദര സംഘടനയായ യൂറോപ്യൻ യൂണിയൻ പോലും ട്രംപിൻ്റെ കാലഘട്ടത്തിൽ അമേരിക്കയുമായി അകന്നു നിൽക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ വിദേശ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലില്ലായ്മയ്ക്കൊരു അറുതി വരാനുമാണെങ്കിൽ അത്തരം വളർച്ചയൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തി ഒരു അമേരിക്കയിലേക്ക് മാത്രം ഇടുങ്ങിയ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് മാത്രമായിട്ടൊരു വളർച്ച ഈ ലോകത്ത് പറ്റില്ല. ഇൻ്റർഡിപെൻഡൻ്റ് ആയിട്ടൊരു വളർച്ചയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. 2016 സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിൽ നിന്ന് എത്രയോ മാറിയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് മനസ്സിലാക്കാം. കാരണം അതിന് ലോകമെമ്പാടും തന്നെ ഉണ്ടായ കോവിഡ് ട്രംപിന് വലിയൊരു ഭീഷണിയായി വന്നു. അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും കൂടുതൽ ആൾക്കാർക്ക് മരണത്തിന് കാരണമാക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ ഒരു ആത്മരോഷം വന്നതും ഈ തിരഞ്ഞെടുപ്പിൽ വലിയ പോളിങ്ങിന് കാരണമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കറുത്തവർഗ്ഗക്കാർക്ക് സംബന്ധിച്ചിടത്തോളം എല്ലാ തവണയും അവർ വോട്ടിങ്ങിന് അത്ര സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഹില്ലരി ക്ലിൻ്റൻ്റെ ഒരു പരാജയത്തിന് അത് കാരണമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പോളിംഗ് വർദ്ധിക്കുകയും ഏർലി വോട്ടേഴ്സ് മുമ്പും ഈ സംവിധാനം ഉണ്ടെങ്കിലും അധികം ആൾക്കാർ വോട്ട് ചെയ്തില്ല. ഇത്തവണ 10 കോടി വോട്ട് ചെയ്തിവിടെ കണക്ക് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റൽ വോട്ടറുണ്ട്, നേരിട്ട് പോയി വോട്ട് ചെയ്തവരുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഡെമോക്രാറ്റ്സിൻ്റെ അനുകൂലമായ വോട്ടുകളാണ് ഇതുവരെ കൂടുതലും പോൾ ചെയ്തെങ്കിൽ ഇനി ഏതാനും മിനിറ്റുകൾക്കകം ഓപ്പൺ ചെയ്യാൻ പോകുന്ന ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലുമെല്ലാം പിന്നീട് വരുന്ന വോട്ടുകളിൽ ആദ്യഘട്ടം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വോട്ടേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ സാധാരണ ഈ ഏർലി വോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസത്തെ ഒരു പോളിംഗ് ആണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആവേശമുള്ളവരാണ് ആദ്യം വരുന്നത്. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. തിരഞ്ഞെടുപ്പിന് തുറന്നൊരു സമീപനം. ഡിസംബർ 12 ഇതിൻ്റെ എണ്ണി തീർന്നാൽ മതി എന്നുള്ളൊരു വലിയൊരു ലോങ് സ്ട്രെച്ച് കൊടുക്കുന്നൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഇന്ന് ബാക്കിയുള്ള വോട്ടേഴ്സിന് പോൾ ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ്. പക്ഷേ അതിനും ഒരു ആവേശമുണ്ട്, തീർച്ചയായിട്ടും കാണും. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആവേശം ഇവിടെ ശക്തമായിട്ട് കാണാം ഇന്നത്തെ ദിവസത്തിൽ. പക്ഷേ അതിന് മുമ്പുണ്ടായ ഈ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും പറഞ്ഞോളൂ.
ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആവേശമാണ് ഈ പോളിംഗ് വർദ്ധിപ്പിക്കാൻ കാരണമാക്കിയെന്ന് പറയേണ്ടി വരും. That's a very interesting observation. ഡെമോക്രാറ്റ്സിന്റെ അണികളുടെ ആവേശം ഡൊണാൾഡ് ട്രംപിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകംബൻസി വേവ് അതായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ എയർലി വോട്ട് 10 കോടിയിലേക്ക് ഈ അനുദിന സാധാരണമായ രീതിയിലുള്ള ഒരു പോളിംഗ് പെർസെന്റേജ് വരാനുള്ള കാരണം. ആന്റി ഇൻകംബൻസി ഫാക്ടർ അത് തന്നെയാണോ എന്നുള്ളതാണ്. നമുക്കിപ്പം 24ന്റെ എഡിറ്റർ ഇൻ ചാർജ് പി ജെയിംസ് കൂടി ചേരുന്നു. പി ജെയിംസ്, ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ വേവ് അതാണോ ഈ 10 കോടി എയർലി വോട്ടേഴ്സിനെ എത്തിച്ചത്? ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞ ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങൊരു പക്ഷേ ദ എക്കണോമിസ്റ്റിന്റെ ഈ ലക്കത്തിന്റെ ചില സൂചനകളും അതിന്റെ കവർ ചിത്രവുമെങ്കിലും അത് അങ്ങ് കണ്ടിട്ടുണ്ടാവും. അതിൽ വൈ ഇറ്റ് ഹാസ് ടു ബി ജോ ബൈഡൻ എന്ന് ഓപ്പണായി ചോദിച്ചിരിക്കുന്നു. ഇഫ് വി ഹാഡ് എ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ വോട്ട് ജോ ബൈഡന് കൊടുക്കുമെന്ന് ദ എക്കണോമിസ്റ്റ് പോലെ അമേരിക്കയിൽ വളരെ സ്വാധീനമുള്ള ക്യാപിറ്റലിസ്റ്റ് മുഖപത്രം തന്നെ കവർ പേജിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്, ജോ ബൈഡൻ ആണ് വോട്ട് എന്ന്. അപ്പോൾ അമേരിക്കയിലെ പ്രബലമായ ഏറ്റവും വരേണ്യ വർഗം പോലും ഇപ്പോൾ ജോ ബൈഡന് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങുന്നു എന്ന സൂചന ഈ ലാസ്റ്റ് ലാപ്പിൽ നമുക്കുണ്ടോ? എന്താണ് പി ജെയിംസ് അങ്ങയുടെ നിരീക്ഷണം? ഡോക്ടർ അരുൺ, ഇതില് ഡെമോക്രാറ്റ്സ് മാത്രമല്ല റിപ്പബ്ലിക്കൻസിലെ ഒരു വിഭാഗവും അതുപോലെ ചിന്തിക്കുന്നുവെന്നാണ് ബോധ്യപ്പെടുന്നത്. കാരണം ഏറ്റവും വലിയൊരു ഫൗണ്ടേഷനാണ് ലിങ്കൻ ഫൗണ്ടേഷൻ. അവര് വളരെ പരസ്യമായിട്ട് ട്രംപിനെ തോൽപ്പിക്കുക, റിപ്പബ്ലിക്കൻ പാർട്ടിയെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വളണ്ടിയേഴ്സ് ഉള്ള ഒരു പ്രസ്ഥാനമാണത്. അത് ലിങ്കന്റെ അറിയാം, അബ്രഹാം ലിങ്കൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെ റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു. ഡെമോക്രാറ്റ്സിന്റെ ആവേശം വളരെ സ്വാഭാവികമാണ്, അത് സ്വാഭാവികമായിട്ടുണ്ട്. അരുൺ, ഒറ്റ കാര്യം ഓർക്കണം, കഴിഞ്ഞ തവണ 4,70,00,000 പേരാണ് ഏർലി വോട്ട് ചെയ്തത്. ഇത്തവണ അത് 10 കോടിയിൽ പരന്ന് പറയുമ്പോൾ ഇരട്ടിയിൽ കൂടുതലായി. ഇത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടി അരുൺ കാണണം, നമ്മൾ ഈ 21 മുതൽ 29 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരുടെ നിരയെടുക്കുമ്പോഴും 50 ലക്ഷം പേര് ഏർലി വോട്ടിംഗ് നടത്തി. അതിൽ 30 ലക്ഷം പേര് വോട്ട് ചെയ്തിരിക്കുന്നത് ബാറ്റിൽ ഗ്രൗണ്ട്സിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഈ 7 സ്റ്റേറ്റുകളിലാണ് 30 ലക്ഷം പേര് വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചെറുപ്പക്കാരുടെ വോട്ടും മിക്കവാറും ഡെമോക്രാറ്റിക് വോട്ടാണ്. പോസ്റ്റൽ വോട്ട് ചെയ്യരുതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു, പക്ഷെ അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് 6 കോടി ആൾക്കാർ പോസ്റ്റൽ വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു വലിയ ഒരു സ്വീപ്പായിട്ട്, സ്വിംഗ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അതിനെ തടഞ്ഞു നിർത്താൻ ഒറ്റ വഴിയുള്ളൂ, ഇദ്ദേഹം ഒരുപാട് വെളുത്ത വർഗ്ഗക്കാരുടെ വോട്ടുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ വോട്ടുകൾ കുറച്ച് ബാലൻസ് ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തിന് സാധ്യതയുള്ളത്. കഴിഞ്ഞ തവണ ഹില്ലരി ക്ലിന്റൺ 30 ലക്ഷം വോട്ട് നേടിയപ്പോൾ അത് മറ്റ് കാലിഫോർണിയ പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു, ഡെമോക്രാറ്റിക് സംസ്ഥാനങ്ങളിലായിരുന്നു അവർക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചത്. പക്ഷെ കീ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സിലാണ് അവർ പരാജയപ്പെട്ടു പോയത്. പക്ഷെ ഇപ്പോൾ 7 വളരെ കീ ആയിട്ടുള്ള ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സിൽ ഒരു സ്ഥലത്തൊഴിച്ച് ബാക്കി എല്ലായിടത്തും ബൈഡന് ലീഡുണ്ട്. ലീഡ് ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കുറവായിരിക്കാം. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള വോട്ടെണ്ണൽ നടന്നാൽ, പോസ്റ്റൽ ബാലറ്റുകൾ മാറ്റി നിർത്താതെ എണ്ണിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജോ ബൈഡൻ ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ആദ്യം എണ്ണുന്നതിൽ ഒരു പക്ഷേ ട്രംപിന് ലീഡ് കാണിച്ചേക്കാൻ. കാരണം പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് മുൻപാണെങ്കിൽ ഏർലി വോട്ടിങ്ങിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് നടക്കുന്ന വോട്ടിങ്ങിൽ ഒരു പക്ഷേ ട്രംപിന് ലീഡ് ഉണ്ടാവാം. പക്ഷെ ബൈഡൻ പോസ്റ്റൽ ബാലറ്റ് വന്നാൽ തീർച്ചയായിട്ടും മുന്നിൽ കയറി പോകും. 7 കീ സ്റ്റേറ്റുകളിൽ, അതിൽ ചുരുങ്ങിയതൊരു 3 കീ സ്റ്റേറ്റുകളിലെങ്കിലും ബൈഡന് വലിയ മുൻതൂക്കം ഇപ്പോൾ കൽപ്പിക്കുന്നു എന്നതാണ് ട്രംപ് അനുകൂലികളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. നമുക്കിപ്പം ഒരു ട്രംപ് അനുകൂലിയായ ഒരു പൊളിറ്റിക്കൽ ലീഡർ കൂടിയുണ്ട്, ശ്രീ PR ശിവശങ്കർ. ഞാൻ ട്രംപ് അനുകൂലിയെ അങ്ങേ വിശേഷിപ്പിച്ചത് ഈ മോഡി അബ്കി ബാർ മോദി സർക്കാർ എന്ന് പറഞ്ഞതുപോലെ അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് ഹൗഡി മോഡിയിൽ പറഞ്ഞതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ്. മോഡി ഇപ്പോഴും ട്രംപ് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്ര നേതാവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങും അതേ പാതയാണോ ഇപ്പോൾ പിന്തുടരുന്നത് ഈ ഘട്ടത്തിലും? അവസാന നിമിഷവും ഈ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന്റെ സാധ്യത അങ്ങ് തള്ളിക്കളയുന്നുണ്ടോ? അല്ല, വ്യക്തിപരമായി എനിക്ക് അത്തരം താല്പര്യങ്ങളില്ല ഒരു പക്ഷേ. കാരണം ലോകത്തിലെ മുഴുവൻ വലതുപക്ഷക്കാരും വിജയിക്കണം, അല്ലെങ്കിൽ അവരെല്ലാം നല്ലവരാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഡെമോക്രാറ്റിൻ്റെ പല തീരുമാനങ്ങളും ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല. കുറഞ്ഞ പക്ഷം ചൈനയ്ക്കും പാകിസ്ഥാനും കുറച്ചുകൂടി മൃദുല സ്വഭാവമുള്ളതും അവരെ കൂടുതൽ അനുകൂലിക്കുന്നതുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊതുവെ റിപ്പബ്ലിക്കിൻ്റെ തീരുമാനങ്ങളോടാണ് എനിക്ക് കുറച്ചൊക്കെ യോജിക്കാൻ പറ്റിയിട്ടുള്ളത്, ഞാൻ പഠിച്ചിടത്തോളം കാലം.
അതുകൊണ്ട് തന്നെ എനിക്ക് ട്രംപ് വിജയിച്ചാൽ കുറച്ചുകൂടി ഇന്ത്യക്ക് അനുകൂലമായ കാര്യം ഉണ്ടാകുമെന്ന് ഒരു ആഗ്രഹമുണ്ട്. രണ്ട്, എന്നെ അതിലും കൂടുതൽ വിഷമിപ്പിക്കുന്നത് നമ്മളെല്ലാം ഇപ്പോൾ ഇവരെല്ലാം ഒരു നിയോ ലിബറൽ, എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല, ഇവർ എന്തുകൊണ്ടാണ് ലിബറൽ എന്ന് പറയാത്തത്. നിയോ ലിബറൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എന്ന് പറയുമ്പോഴും ഈ ജോർജ് സോറോണിനൊക്കെ ഇവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഈ ജോർജ് സോറോണിനെ പോലുള്ള ആൾക്കാരൊക്കെ ഡൽഹി റൈറ്റിൻ്റെ കാര്യത്തിലായാലും മറ്റ് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പ്രശ്നങ്ങളിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് എത്രത്തോളം ശക്തമായി സ്വീകരിച്ചിരുന്നവരാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അത് കമല ഹാരിസിൻ്റെ ഭർത്താവ് തന്നെ ജോർജ് സോറോണിൻ്റെ ലീഗൽ കമ്പനിയായ എനിക്കൊന്ന് DL പൈപ്പർ എന്നുള്ള കമ്പനിയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയുള്ള ഒരു ന്യൂസും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഇന്ത്യ വിരുദ്ധതയുടെ ഭാഗമായി ഡെമോക്രാറ്റിനെ വിജയിപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു കാരണവശാലും രാഷ്ട്രീയമായും വ്യക്തിപരമായും യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അരുണിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ ട്രംപിനെ അനുകൂലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. എനിക്ക് അരുൺ ആദ്യം പറഞ്ഞ ആ കണക്കുകളിലെ ചില ക്ലാരിഫിക്കേഷൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ പറയാൻ പറ്റും. കാരണം 88% സാമ്പത്തികമായി ഉള്ള കാര്യത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അതിൽ 76% ഡെമോക്രാറ്റ് അത് വിശ്വസിക്കുന്നു, ക്ലാരിറ്റി പി ആർ ശിവശങ്കർ വരാം. അതായത് ഡെമോക്രാറ്റ്സുകൾക്കിടയിലും റിപ്പബ്ലിക്കൻസിനിടയിലും നടത്തിയ സർവേയാണ്. അതായത് റിപ്പബ്ലിക്കൻസിൽ 88% ആളുകൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളാണ് പ്രധാനമെന്ന്. അതേസമയം ഡെമോക്രാറ്റുകൾക്കിടയിൽ നടന്ന സർവേയിൽ പറയുന്നത് അവർ ഈ അതിൽ താഴെ മാത്രമാണ്, 70% താഴെ മാത്രമാണ് ആളുകൾ തെരഞ്ഞെടുപ്പിൽ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പറയുന്നത്. അത് ഈ ലോക്ക്ഡൌൺ വേണ്ട എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അനുകൂലിക്കുന്ന റിപ്പബ്ലിക്കൻ അനുകൂലികളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കോവിഡിനേക്കാൾ അപ്പുറം സാമ്പത്തിക താല്പര്യങ്ങൾ റിപ്പബ്ലിക്കൻസിനുണ്ട്, കോവിഡ് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഡെമോക്രാറ്റ്സിനുണ്ട്. ഇതാണല്ലോ ഇപ്പോൾ അമേരിക്കയിൽ നിലനിൽക്കുന്ന കോവിഡ് വേഴ്സസ് ലൈഫ് എന്ന് പറയുന്ന ഡിബേറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ അർത്ഥത്തിൽ ഈ റിപ്പബ്ലിക്കൻസ് കൂടുതൽ ആളുകളും അവരുടെ സാമ്പത്തിക താല്പര്യം പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ്. പക്ഷെ അവരിൽ പോലും ഞാനതാണ് പറഞ്ഞത്, ദ എക്കണോമിസ്റ്റ് എന്ന അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ നിയോ ലിബറൽ ക്യാപിറ്റലിസ്റ്റ് ആളുകൾ വായിക്കുന്ന ഒരു ജേർണൽ പോലും, മാഗസിൻ പോലും ജോ ബൈഡൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതെന്തുകൊണ്ട് എന്നാണ് ഇനി മനസ്സിലാവാത്തത്. അല്ല, അതിൽ രണ്ട് കാര്യങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇപ്പം ഞാൻ ക്ലാരിറ്റി ആയി. പക്ഷേ അതിൽ 88% ഈ ആൾക്കാർ പറയുന്നുവെങ്കിലും അടുത്തത് അങ്ങ് പറഞ്ഞ മറ്റേ 74% അവിടുത്തെ വയലന്റ് ക്രൈം, അതേപോലെ തന്നെ ബാക്കിയുള്ളതിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് പറയുന്നത് ഈ കോവിഡ് പാൻഡമിക് എങ്ങനെ കൺട്രോൾ ചെയ്തു. ഇത് മൂന്നുമാണ് അവിടെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതിൽ എനിക്ക് തോന്നുന്ന ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കമല ഹാരിസ് ആൻഡ് ദ മൈക്ക് പെൻസ്, അതിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഇത് ട്രംപും പറയുന്നുണ്ട്, 5 പേർ മരിച്ചപ്പോൾ തന്നെ ഞാൻ ചൈനയുമായിട്ടുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷനും എല്ലാ കമ്മ്യൂണിക്കേഷൻ വെച്ചുള്ള ബാക്കി എല്ലാ കാര്യവും ഞാൻ ക്ലോസ് ചെയ്തു. അന്ന് ഓപ്പൺ അപ്പ് ചെയ്യണമെന്ന് ഫൈറ്റ് ചെയ്ത ആളാണ് ഈ ജോ ബൈഡൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും അത്തരത്തിലുള്ള അവിടെ ഒരു കോൺട്രവേഴ്സി, അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതിൽ ഒരു തർക്കവുമുണ്ട്. അത് ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത്. രണ്ട്, താങ്കൾ പറഞ്ഞ എക്കണോമിക് മാഗസിൻ്റെ കാര്യം, അവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പരിചയിച്ച അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നും തുലോം വ്യത്യസ്തമായിരുന്നു ട്രംപ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം ജങ്ക് ഫുഡ് കഴിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി വേറെ, അദ്ദേഹത്തിന് പല പേഴ്സണൽ കുഴപ്പങ്ങളും ഉണ്ട് എങ്കിൽ പോലും ഒരിക്കലും യുദ്ധം ചെയ്യാത്ത, ഒരു പക്ഷേ യു എയിലുമെല്ലാം വളരെ സ്തുത്യർഹമായിട്ട് രീതിയിൽ ഇസ്രായേലുമായി കണക്ട് ചെയ്തതും ഒരു പക്ഷേ മറ്റുള്ള പല രാജ്യങ്ങളിലും യുദ്ധത്തിൻ്റെ അവസ്ഥയുണ്ടായിട്ടും മാറി നിന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ് ചരിത്രത്തിൽ ട്രംപ് എന്ന് നാം മറക്കരുത്. അതുകൊണ്ട് തന്നെ ആയുധ നിർമ്മാണവുമായും മരുന്ന് നിർമ്മാണവുമായും ബന്ധപ്പെട്ട അവിടുത്തെ വലിയ ലോബി, അതും അദ്ദേഹത്തിനെതിരെ ആയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കേണ്ടതാണ്. ലാലിലേക്ക് പോകാവുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ എസ് ലാൽ, ഇപ്പോൾ PR ശിവശങ്കർ സൂചിപ്പിച്ചത് ഈ വാക്സിൻ വിരുദ്ധമായിട്ടുള്ള ഒരു രീതി, സയൻസിനെ അംഗീകരിക്കാത്ത, ഈവൻ നേച്ചർ എന്ന് പറയുന്ന മാഗസിൻ പോലും ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ലോകത്ത് ഏറ്റവും കൂടുതൽ ശാസ്ത്ര ജേർണലുകൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇതിലൊന്നും തന്നെ ഡൊണാൾഡ് ട്രംപിന് വിശ്വാസമില്ല എന്നൊരു പ്രതീതി അവിടെ ഉണ്ടാവുന്നു. ആ ഘട്ടത്തിലൊക്കെ ഒരു പ്രഷർ ഗ്രൂപ്പ് ശക്തമായി ഡൊണാൾഡ് ട്രംപിനെതിരെ ക്യാമ്പയിൻ ചെയ്തു എന്നൊരു വാദം ഇപ്പോൾ PR ശിവശങ്കർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കൂടി ഭാഗമായി പ്രവർത്തിച്ചിരുന്നയാളാണ്. 7 വർഷക്കാലം WHO ഫണ്ട് പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നു. വളരെ യൂണിലാറ്ററൽ ആയിട്ടുള്ള, ഏകപക്ഷീയമായിട്ടുള്ള വിദേശ നയം അദ്ദേഹം പിന്തുടരുന്നു.
കോവിഡിനെ ട്രീറ്റ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ, അങ്ങയുടെ 7 വർഷത്തെ അമേരിക്കൻ ലൈഫിൽ നിന്ന് അങ്ങ് വായിച്ചെടുത്ത ഡൊണാൾഡ് ട്രംപ്, ആ 4 വർഷത്തെ ഡൊണാൾഡ് ട്രംപ് അതെങ്ങനെയായിരുന്നു? ഞാൻ ഇപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഡൊണാൾഡ് ട്രംപ് വരുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു പ്രതീക്ഷ തോന്നി. പലപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു പുതിയ ഒരാൾ, അദ്ദേഹത്തെപ്പറ്റി പലതും അറിയില്ല, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞ് ഒബാമ കരകയറ്റിയെങ്കിലും ആ റിസഷനെ കരകയറ്റി വന്നിട്ട് അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്ത് കുറേ പുതിയ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒരാൾ വരുമ്പോൾ അയാളോട് ഒരുപാട് പ്രതീക്ഷയുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വിദ്വേഷ പ്രസംഗങ്ങളും ട്രംപിൻ്റെ പ്രസംഗങ്ങളിൽ പ്രചരണം നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം അറിയാം, എല്ലാവർക്കും എതിരാണ്. അപ്പോൾ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട്, പ്രത്യേകിച്ച് മധ്യവർഗ വെള്ളക്കാരെ അവരെ സ്വാധീനിക്കുന്ന രീതിയിൽ രാജ്യങ്ങൾക്കെതിരെ, മറ്റ് നാടുകളിൽ നിന്ന് വന്ന് ജീവിക്കുന്നവർക്കെതിരെ, ചില മതങ്ങൾക്കെതിരെയൊക്കെയുള്ള പ്രചരണങ്ങൾ പെട്ടെന്ന്, അത് കൂടാതെ അമിത ദേശീയവാദം, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് സാധാരണക്കാരിലൊരു അവരുടെ മനസ്സിനകത്തൊരു ആവേശം ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാ നാടുകളിലും നമ്മൾ പല രാജ്യങ്ങളിലും കണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു അമിത ആവേശമുണ്ടാക്കി ഒരുപാട് പ്രതീക്ഷകളും കൊടുത്ത് വന്ന ഒരാളാണ്. പക്ഷേ എനിക്കെന്നെ അറിയാം, ഇപ്പോൾ ഇന്ത്യക്കാരുടെ ഇടയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന, ഞാനവിടെ ജീവിച്ചിരുന്നപ്പോൾ മലയാളികളുടെ ഇടയിലും ഒക്കെ ഒരുപാട് പേര് ഒരു ചെറിയ ശതമാനമെങ്കിലും മാറി ഒരു റിപ്പബ്ലിക്കൻ സപ്പോർട്ട് അല്ലെങ്കിൽ പോലും ട്രംപിൻ്റെ ആരാധകരായിട്ട്, ട്രംപിനെ പ്രതീക്ഷ അർപ്പിക്കുന്നവരായിട്ടൊക്കെ മാറിയിരുന്നു. പക്ഷേ അവർ പോലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രംപ് ഒരു ദുരന്തമായി മാറുന്നതാണ് അവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും പുതിയ കോവിഡ് വിഷയത്തിലല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല നയങ്ങൾ നോക്കുമ്പോഴേക്കും നമുക്ക് നയങ്ങളില്ല എന്ന് തന്നെ നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ അന്തർദേശീയ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിവ് തന്നെ ഇല്ലായിരുന്നു. ദേശീയ കാര്യങ്ങളിലായാലും അന്തർദേശീയ കാര്യങ്ങളായാലും അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരിക്കേണ്ട അറിവോ ലോകപരിചയമോ അല്ലെങ്കിൽ ലോകവീക്ഷണമോ ഇല്ലാത്തതിൻ്റെ ദുരന്തം അമേരിക്ക അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിടപെട്ട് ചോദിക്കട്ടെ, കിം ജോങ്ങിനെ പോലെയുള്ള ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ തന്നെ വലിയ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കി ഒരു നീക്കം നടത്തിയത് ഡൊണാൾഡ് ട്രംപ് അല്ലേ? അത് വേണമെങ്കിൽ കിം ജോങ്ങിന് തൻ്റെ വിജയമെന്ന് അവകാശപ്പെടാം. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ കിം ജോങ്ങുമായി നേരിട്ട് കാണുന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഒരൊറ്റ യുദ്ധം പോലും ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ സമയത്തുണ്ടായില്ല എന്നുള്ളത് ഒബാമയ്ക്ക് പോലും സാധിക്കാത്തത് ഡൊണാൾഡ് ട്രംപ് സാധിച്ചു എന്നതും നമ്മൾ കാണാതിരുന്നുകൂടാ. അല്ല, ഒബാമ തുടങ്ങി വെച്ച പലതും ഇദ്ദേഹം തുടരുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞു, പക്ഷേ ചില കാര്യങ്ങളൊക്കെ അങ്ങ് സംഭവിച്ചു പോയതാണ്. അല്ലെങ്കിൽ കരുതിക്കൂട്ടിയ ഒരു ലോകവീക്ഷണത്തോടെയോ അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യത്തോടെയും ചെയ്തതല്ല. അവിടെ ജീവിക്കുമ്പോഴും അതറിയാമായിരുന്നു. ചിലതൊക്കെ സംഭവിച്ചു എന്ന് പറയും. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കയിലെ പാർട്ടികൾ ഇന്ത്യയോടുള്ള പ്രത്യേക നിലപാടുകൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയെ എങ്ങനെ സഹായിക്കണം ഉപദ്രവിക്കണം നോക്കിയിട്ട് തീരുമാനം എടുക്കുന്നതാണ്. അങ്ങനെയല്ല പലപ്പോഴും. ഇപ്പോൾ പാകിസ്ഥാനോട് അദ്ദേഹത്തിന് എതിർപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷം തോന്നുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ചൈനയോട്. അപ്പോൾ അത് നമ്മളെ സഹായിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മേന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ശത്രുവിനെ വേറൊരാൾ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മാത്രമാണ് പലപ്പോഴും ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് ഈ വാക്സിൻ കാര്യങ്ങളൊക്കെ ഡോക്ടർ അരുൺ എന്നോട് ചോദിച്ചുകൊണ്ട് അതിലേക്ക് വരികയാണ്. ഇപ്പോൾ അമേരിക്കയിലെന്നല്ല, ലോകത്ത് തന്നെ ഈ കോവിഡ് നേരിടുന്നതിൻ്റെ കാര്യത്തിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തോടുള്ള മുഖം തിരിഞ്ഞു നിൽക്കലും ശാസ്ത്രജ്ഞന്മാരെ അവഹേളിക്കലുമാണ്. അത് ഏതൊക്കെ രാജ്യത്ത് ഇത് ശാസ്ത്രത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർക്ക് ചെവി കൊടുക്കാതിരുന്നു അവിടെയൊക്കെ ഈ കോവിഡിൻ്റെ കാര്യത്തിൽ ഏത് കാര്യത്തിലും ദുരന്തം സംഭവിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായ അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജനങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ ലോകത്ത് മുഴുവൻ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു മാന്ദ്യത തുടക്കത്തിൽ ഉണ്ടാകാനായിട്ട് ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയെ മാത്രമല്ല ഇത് ബാധിച്ചിരിക്കുന്നത്. ഇത് തന്നെ സാധാരണ രോഗമാണ്, ഇതൊരു പ്രശ്നമല്ലെന്ന് തുടക്കത്തിൽ പറഞ്ഞത് മുതൽ, പിന്നെ ഇതിൻ്റെ ജലദോഷം നമുക്ക് വരുന്ന ഇൻഫ്ലുവൻസ പോലെയാണെന്ന് പറഞ്ഞത് മുതൽ, പിന്നെ ഒടുവിൽ ഇന്നലെയും അവിടുത്തെ ഏറ്റവും വലിയ സാംക്രമിക രോഗ വിദഗ്ധനായ ആൻ്റണി ഫൗച്ചിയെ വീണ്ടും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പുറത്തു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരക്കാരായിട്ടുള്ള ലോകം ബഹുമാനിക്കുന്ന ശാസ്ത്രജ്ഞരുള്ളതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് വീണ്ടും പിടിച്ചു നിൽക്കാൻ. ഡോക്ടർ ഗോപകുമാർ മറ്റൊരു ചാനലിൽ പറഞ്ഞത് ഞാൻ കേട്ടു, ഈ ഡൊണാൾഡ് ട്രംപിന് ഈ കോവിഡ് വന്നോ എന്ന കാര്യത്തിൽ പോലും ചില സംശയം നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ഈ 2ാം ദിവസം പ്രചരണത്തിനിറങ്ങുകയാണ് ഈ ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ അദ്ദേഹം വേറൊരു മെസ്സേജ് കൊടുക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഈ ക്വാറന്റൈൻ പാലിക്കാത്ത ആദ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊരു പേര് കൂടി ഡൊണാൾഡ് ട്രംപിനുണ്ടല്ലോ. അതാണ് അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ എന്നല്ല, നമ്മൾ സ്വാഭാവികമായിട്ടൊരു സാധാരണ ഒരു നല്ല മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പലതും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അദ്ദേഹം ശാസ്ത്രരംഗത്ത് അമേരിക്കയ്ക്ക് മാത്രമേ നഷ്ടം ഉണ്ടാക്കിയത്, ലോകത്തിൻ്റെ മൊത്തത്തിൽ ഇതിനകത്ത്. ഇനി ഏറ്റവും പുതിയത് ലോകാരോഗ്യ സംഘടനയുടെ ഫണ്ടിങ് പിൻവലിക്കുമെന്ന് പറയുന്നത് അതൊരു ലോകവീക്ഷണമില്ലാത്തതിൻ്റെ ഒരു മകളുടെ ഉദാഹരണമാണത്. ഇപ്പോൾ ഏത് രാജ്യമായാലും, ഇപ്പോൾ അമേരിക്ക പോലുള്ള ധനിക രാജ്യങ്ങൾ
ലോകാരോഗ്യ സംഘടനയ്ക്ക് ഇത്തരം ഗ്ലോബൽ ഫണ്ട് പോലുള്ള പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ ധാരാളം ധനം കൊടുക്കുന്നതുകൊണ്ടാണ് ലോകത്ത് ഒരുപാട് സാംക്രമിക രോഗങ്ങൾ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നത്. ഇദ്ദേഹം ഭരണത്തിൽ വരുമെന്ന സംശയം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ആ സമയത്ത് അമേരിക്കയിൽ ജോലി ചെയ്യായിരുന്നു. ലോകാരോഗ്യ സംഘടനയിലെ എല്ലാ UN സംഘടനകളിലും ഒരുപാട് അമേരിക്കൻ ഫൗണ്ടേഷനുകളിലും ഞാൻ പ്രവർത്തിച്ച സംഘടനകൾ ഉൾപ്പെടെ വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം ഫണ്ടിങ് കട്ട് ചെയ്യുമെന്ന്. അതിൻ്റെ എന്താണ് ഈ പ്രശ്നം? സ്വാഭാവികമായിട്ട് നമ്മൾ ഒറ്റ നോട്ടത്ത് നോക്കിയാൽ തോന്നും അമേരിക്ക ഇപ്പോൾ ഏതെങ്കിലും കുറേ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങൾക്കും ദരിദ്ര രാജ്യങ്ങൾക്കുമാണ് അമേരിക്കൻ ഫണ്ട് വരുന്നത്. ഇന്ത്യക്ക് ഉൾപ്പെടെ ഫണ്ട് കിട്ടുന്നുണ്ട്, US ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടുന്നുണ്ട്, ഗ്ലോബൽ ഫണ്ട് വഴി കിട്ടുന്നുണ്ട് പലതരത്തിൽ. എന്താണ് ഇത് ഈ രോഗങ്ങളൊക്കെ ഈ നാടുകളിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ക്ഷയരോഗം. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷയരോഗമുള്ളത് ഇന്ത്യയിലാണ്. ലോകത്ത് ഒരു വർഷം 1 കോടി ക്ഷയരോഗികൾ ഉണ്ടാകുമ്പോൾ 27 ലക്ഷം പേര്, 27% ഇന്ത്യയിലാണ്. പിന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കൂടുതലും ഏഷ്യയിലാണ്, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളും. ആഫ്രിക്കയിൽ പോപ്പുലേഷൻ അത്ര ഇല്ലാത്തതുകൊണ്ട് കുറവ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ ക്ഷയരോഗം നിയന്ത്രിച്ച് നിർത്തുന്നത് എന്തിനാണ്? അമേരിക്കയിൽ ഒരു വർഷം 9,000 ക്ഷയരോഗം വരുന്നുള്ളൂ. ഇവിടെ 27 ലക്ഷമാണ്. ഈ 9,000 വരുന്നതിൻ്റെ 70-80% ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും കുടിയേറുന്നവരാണ്. എന്നാൽ ഈ കുടിയേറ്റക്കാർ അവർക്ക് ആവശ്യമാണ്. അമേരിക്ക ഒറ്റയ്ക്ക്, നേരത്തെ സാർ പറഞ്ഞതുപോലെ അമേരിക്ക ഒറ്റയ്ക്കൊരു രാജ്യമല്ല. അമേരിക്കയിലെ മെഡിക്കൽ സയൻസിൻ്റെ നോക്കിയാലും, നഴ്സുമാരെ നോക്കിയാലും, ഡോക്ടർമാരെ നോക്കിയാലും, ശാസ്ത്രജ്ഞരെ നോക്കിയാലും മറ്റ് രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച ആൾക്കാരെ അവിടെ കൊണ്ടുവന്നും കൂടെയാണ് ആരോഗ്യം നടത്തുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇമിഗ്രൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരാണ് അവിടെ രോഗം കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ രോഗാതുരത അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ പടർന്ന രാജ്യങ്ങളിലെ രോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് അമേരിക്ക. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ ലാൽ. എന്താണ് WHO-യിൽ നിന്നുള്ള ഫണ്ട് പിൻവലിക്കുക അല്ലെങ്കിൽ ഫണ്ട് നൽകില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ദീർഘവീക്ഷണമില്ലായ്മ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി അങ്ങ് വിശദീകരിച്ചു. ഞാൻ ഡോക്ടർ ജി ഗോപകുമാറിലേക്ക് കൂടി പോകുന്നു. ഡോക്ടർ ജി ഗോപകുമാർ, ഞാൻ അങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് പ്രേക്ഷകരിലേക്ക് ഇത്തവണ ഇറങ്ങിയ ദ എക്കണോമിസ്റ്റിന്റെ കവർ പേജ് കൂടി പ്രേക്ഷകരൊന്ന് കാണണം. ദ എക്കണോമിസ്റ്റിന്റെ കവർ പേജ്, ദ എക്കണോമിസ്റ്റ് എന്ന മാഗസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് അവിടുത്തെ ഏറ്റവും റിച്ച് ആയിരിക്കുന്ന, ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കുന്ന, പ്രോ ന്യൂ ലിബറൽ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ പത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് കൃത്യമായി ഇത്തവണ കവർ പേജിൽ തന്നെ പ്രഖ്യാപിക്കുന്നു. വൈ ഇറ്റ് ഹാസ് ടു ബി ജോ ബൈഡൻ. വോട്ടുണ്ടായിരുന്നെങ്കിൽ ജോ ബൈഡന് വോട്ട് നൽകുമായിരുന്നുവെന്ന് അമേരിക്കയിലെ ഏറ്റവും ന്യൂ ലിബറൽ ഫേസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ജേർണലിസ്റ്റിക് പീസ് നമ്മളോട് പറയുന്നു. ഇത് വളരെ ബോൾഡായ ഒരു ഡിസിഷനായി ദ എക്കണോമിസ്റ്റ് എടുക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ ദ എക്കണോമിസ്റ്റിന്റെ ഫ്രണ്ട് പേജാണ്. വൈ ഇറ്റ് ഹാസ് ടു ബി ജോ ബൈഡൻ എന്ന് അമേരിക്കയിലെ ദ നിയോ ലിബറൽ റിച്ച് ക്ലാസിന്റെ ഒരു മാഗസിൻ പറയുകയാണ്. അത് ഒരു പരിധിവരെ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള പത്രങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ നമുക്കറിയാം, ചാനലുകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ അറിയാം, അഭിപ്രായ സർവേകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ നമ്മളറിയാം. എൻ്റെ ഒരു ചോദ്യം ഈ ഘട്ടത്തിൽ, ഈ നേരത്തെ പറഞ്ഞതിലൊക്കെ അങ്ങക്ക് മറുപടി പറയാം. ഇവിടെ ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളോടെല്ലാം അങ്ങ് പ്രതികരിക്കുമ്പോൾ പോലും ഈ എന്തുകൊണ്ടാണ് ഈ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി പിന്തുടരുന്ന ഡൊണാൾഡ് ട്രംപിനെ ഈ അമേരിക്കയിലെ ഈ സമ്പന്ന വർഗവും കൈയൊഴിയുന്നുവെന്ന സൂചന നമുക്ക് ലഭിക്കുന്നത്? ഫ്രീ ട്രേഡിന് അനുകൂലമായി വാദിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന ഒരു മാഗസിൻ തന്നെ പറയുന്നു ജോ ബൈഡൻ മുന്നോട്ട് വരണം എന്ന് പറയുന്നു. ഇതെന്തുകൊണ്ടാണ്? അവിടെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള താല്പര്യം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടി ഇവരോടൊപ്പം പ്രതികരിച്ചുകൊണ്ട് അങ്ങേക്ക് മറുപടി പറയാം. ഡോക്ടർ ജി ഗോപകുമാർ. ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷമുണ്ടാകുന്ന വിവാദങ്ങളിൽ കൂടി മാത്രമേ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ദേശീയത അദ്ദേഹത്തിൻ്റേതായ നിർവചനത്തിൽ കൂടി കാണുന്ന ഒരു അപ്രോച്ച്, ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കഴിഞ്ഞ 4 വർഷം മുന്നോട്ട് കൊണ്ടുപോയത്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ തിയറി നല്ലത് തന്നെയാണ്. പക്ഷേ അമേരിക്കയ്ക്കൊരു ചരിത്രമുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ച അമേരിക്കയുടെ കുടിയേറ്റ ചരിത്രമുണ്ട്. അമേരിക്കയുടെ ശാസ്ത്രജ്ഞന്മാരുടെയും ഇന്നൊവേഷൻ്റെയും വ്യവസായ വിപ്ലവത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങളുണ്ട്. ഇവയെല്ലാം മാറ്റിയെടുത്തൊരു വലിയൊരു അമേരിക്ക, ലോകമെമ്പാടും വലിയ വലിയ സംഭാവനകൾ ചെയ്ത അമേരിക്ക, അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് വളരെ പെട്ടെന്ന് ഞാനൊരു ഐസൊലേഷനിസ്റ്റ് പോളിസിയിലേക്ക്, 1-ാം മഹാലോക യുദ്ധ സമയത്ത് അമേരിക്ക ഒഴുകിയ പോലെ ഞങ്ങൾ ഐസൊലേഷനിസ്റ്റായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ അമേരിക്കയ്ക്ക്. ഒരു രാജ്യത്തിനും അത് കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു നിലപാട് എടുത്തു എന്ന് മാത്രമല്ല, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വെളുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി അഡ്വക്കസി നടത്തുന്ന ഒരു കാഴ്ചപ്പാടും എടുത്തു. അങ്ങനെ ഒരു നിലപാട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഈ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിക്കടുത്തുള്ള വിമർശനമുണ്ടായത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശ്രദ്ധിക്കാറുണ്ട്. വളരെ
അപ്രവചനീയമായ ഒരു നിലപാടും ഒരിക്കലും സ്റ്റേബിളായിട്ട് പോകുന്ന ഒരു കൺസെപ്റ്റും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. പലപ്പോഴും ഇന്ത്യയെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലും പാൻഡമിക് വന്നപ്പോൾ നമ്മളെ ഒരുപാട് കുത്തി പറഞ്ഞ ഒരാളാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അടുത്ത് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ആത്മാർത്ഥത ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഹിലാരി ക്ലിൻ്റനെ തോൽപ്പിക്കുന്ന സമയത്ത് പോലും ഇന്ത്യക്കാരാണ് ഏറ്റവും ശല്യക്കാരെന്ന് പറഞ്ഞ് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഈ കുറച്ച് കാര്യങ്ങളിൽ IT രംഗത്തൊക്കെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഈ വിസ പോളിസിയുടെ കാര്യത്തിലായാലും വർക്ക് വിസ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും അതേപോലെ ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൂടുതൽ അമേരിക്കയിൽ വരുന്നതിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം നിയന്ത്രണം കൊണ്ടുവരാൻ നോക്കി. അപ്പോൾ ഒരുപക്ഷേ രാജ്യത്തിന് സാമ്പത്തിക സ്ഥിതി വലുതല്ലാത്ത ഒരു സാഹചര്യത്തിൽ വെളിയിൽ നിന്ന് കുടിയേറ്റക്കാർ വരണ്ട എന്ന് പറഞ്ഞാൽ അതിലായ പരിമിതി ഉണ്ടാക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കുടിയേറ്റക്കാരെ ശത്രുക്കളായിട്ട് കാണുന്നതോ? ഈ കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടർ ജി ഗോപകുമാർ, ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ്, ഈ കോവിഡിനും തൊട്ട് മുമ്പ് അമേരിക്ക അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഈ H1B1N1 പോലെയുള്ള വിസകൾ നിരോധിക്കാനും നിയന്ത്രിക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതും ഈ ഘട്ടത്തിലാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ മറ്റതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടി നിൽക്കുമ്പോൾ അമേരിക്ക എലോൺ എന്ന രീതിയിൽ അത് മാറ്റപ്പെട്ടു എന്നൊരു നിരീക്ഷണം ഈ ഫോറിൻ പോളിസി വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. അമേരിക്ക കഴിഞ്ഞ 4 വർഷം കൊണ്ട് അമേരിക്ക ഫസ്റ്റ് ആവുകയല്ല ചെയ്തത്, അമേരിക്ക ഒറ്റപ്പെടുന്നു. ഇപ്പം നാറ്റോയുടെ കാര്യത്തിൽ നിന്ന് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടാവുന്നു. ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മിഡിൽ ഈസ്റ്റ് പോളിസി, പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇറാഖുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലെല്ലാം തന്നെ അമേരിക്കയുടെ വിദേശകാര്യ നയം അമേരിക്ക ലോകത്ത് ഒറ്റപ്പെടുന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നു. അങ്ങനെ ഒരു തോന്നൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടോ? ഫോറിൻ പോളിസി നമ്മുടെ കണക്ക് പ്രകാരം വളരെ കുറഞ്ഞ അളവിലാണ് ഇത്തവണ ആഭ്യന്തര വിഷയങ്ങളെക്കാൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എങ്കിൽ കൂടി. ഇല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം വിദേശ കാര്യങ്ങൾ അമേരിക്കയിലെ സാധാരണ വോട്ടറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്ടറല്ല. നമുക്കത് വലിയ ഫാക്ടറാണ്. പക്ഷേ അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദേശ കാര്യങ്ങളിൽ താല്പര്യം വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ? തീർച്ചയായിട്ടും യുദ്ധങ്ങളുണ്ടാവുകയും ആയുധ സാമഗ്രികൾ വർദ്ധിപ്പിക്കുകയും അതുവഴി തൊഴിലുണ്ടാകുന്ന ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ ഒരു പൊളിറ്റിക്സ് വരുമ്പോഴേ അവർക്ക് താല്പര്യമുള്ളൂ. അതല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്രാജ്യ താല്പര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് അതൊന്നും അവിടെ വലിയ ചർച്ചയില്ല. ഞങ്ങൾക്ക് ജോലി കിട്ടുമോ എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പറയുമ്പോഴും ട്രംപ് നൽകിയ ഒരു സംഭാവന നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അത് തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തിന് അംഗീകരിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം. മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച അബ്രഹാം അക്കോർഡ്, അതിൽ ഇസ്രയേലുമായിട്ട് ബഹ്റിനെയും UAEയും സുഡാനെയും മറ്റ് ചില മുസ്ലിം രാജ്യങ്ങളെയൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹം ചില ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതൊരു അത്ഭുതമാണ്. പക്ഷേ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ ഉത്തര കൊറിയയുമായിട്ട് അവിടെ എന്താ നടന്നത്? ഒന്നും പ്രത്യേകിച്ച് മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ചൈനയുമായിട്ടുള്ള നിലപാട് എടുത്തപ്പോഴും വ്യാപാര യുദ്ധം, അതിൽ കൂടി അമേരിക്കൻ ദേശീയത വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു വോട്ട് ക്യാച്ചിങ് അപ്രോച്ചല്ലേ അവിടെ നടത്തിയിരുന്നത്. അപ്പം ഇതെല്ലാം എടുത്ത് വായിക്കുമ്പോൾ വിദേശ നയത്തിൽ അദ്ദേഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിരീക്ഷിക്കേണ്ടി വരും. റൈറ്റ്, ഡോക്ടർ ജി ഗോപകുമാർ, ഞാൻ വരാം അടുത്ത ഊഴത്തിലേക്ക്. ഞാൻ PP ജെയിംസിലേക്ക് വരുന്നു. ഒപ്പം PR ശിവശങ്കർ, ഡോക്ടർ S ലാൽ നമ്മളോടൊപ്പം തുടരുകയും ചെയ്യുന്നുണ്ട്. ട്രംപോ ബൈഡനോ? അല്പസമയത്തിനകം തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഡയറക്റ്റ് വോട്ടിങ്ങിനായി അമേരിക്കൻ വോട്ടർമാർ എത്തിത്തുടങ്ങും. ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എത്രമാത്രം ഇന്ത്യൻ സപ്പോർട്ടറാണ്. യഥാർത്ഥത്തിൽ അതൊരു മിഥ്യാധാരണയാണോ? നരേന്ദ്രമോദിയൊക്കെ ഹൗഡി മോഡിയിലൂടെ അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറയുമ്പോഴും ഈ റിപ്പബ്ലിക്കൻസിന് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാട് അത് എങ്ങനെയായിരിക്കും? മറ്റൊരു ഊഴം കൂടെ ഡൊണാൾഡ് ട്രംപിന് കിട്ടുന്നതോ അതല്ല ജോ ബൈഡന് കിട്ടുന്നതോ ഇന്ത്യയുടെ രാജ്യ താല്പര്യത്തിന് ഉതകുന്നത് എന്നതാണ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലയിടങ്ങളിലും ഇൻ പേഴ്സൺ വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ഹൗസിന്റെ മുന്നിൽ നിന്നുകൊണ്ടും 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലെ വൈറ്റ് ഹൗസിന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നു. 24-ന്റെ എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് നമുക്കൊപ്പമുണ്ട്. PP ജെയിംസ്, അല്പസമയം മുമ്പ് കമല ഹാരിസ് കൊടുത്ത ഒരു ട്വീറ്റ് ഉണ്ട്. ഇലക്ഷൻ ഡേ ഈസ് ഹിയർ ആൻഡ് പോളിംഗ് പ്ലേസസ് അക്രോസ് ദ കൺട്രി ആർ സ്റ്റാർട്ടിംഗ് ടു ഓപ്പൺ. മാസ്ക് അപ്പ് ആൻഡ് ഫൈൻഡ് യുവർ പോളിംഗ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ആ ചെറിയ ട്വീറ്റിൽ പോലും രാഷ്ട്രീയം സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മാസ്ക് അപ്പ് ആൻഡ് ഫൈൻഡ് യുവർ പോളിംഗ് പ്ലേസ് എന്നാണ് കമല ഹാരിസ് പറയുന്നത്. നമ്മൾ ഈ രണ്ടാം ഘട്ടത്തിൽ ചർച്ചയ്ക്കെടുക്കുന്നത് ജോ ബൈഡനോ ഡൊണാൾഡ് ട്രംപോ, ആരായിരിക്കും ഇന്ത്യക്ക് കൂടുതൽ ഗുണകരം? PR ശിവശങ്കർ പറയുന്നത് ഇന്ത്യക്ക് ഗുണകരം ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഡോക്ടർ ജി ഗോപകുമാറും ലാലും ഏറെക്കുറെ സമർത്ഥിക്കുന്നത് അങ്ങനെ പറയാൻ കഴിയില്ല എന്നാണ്. Your point.
ഇവർ രണ്ടുപേരും പറഞ്ഞതിനെ പാർഷ്യലായിട്ട് ഭാഗികമായിട്ട് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പുള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ അരുൺ 1962 ചൈനയുമായിട്ട് യുദ്ധം നടന്നപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സാധിച്ചെന്ന് നമ്മൾ സോവിയറ്റ് പക്ഷപാതിയായിരുന്നെങ്കിലും ജോൺ എഫ് കെന്നഡിയാണ് ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയതും ചൈന നമ്മുടെ ഭൂപ്രദേശങ്ങൾ കീഴടക്കിയെങ്കിലും പിൻവാങ്ങേണ്ടി വന്നത് ഡെമോക്രാറ്റായിട്ടുള്ള ജോൺ എഫ് കെന്നഡി ഇടപെട്ടിട്ടാണ്. അതേസമയം ചൈനയ്ക്ക് ഏറ്റവും വലിയ ഇതുപോലെ വലിയ ശക്തിയായി വളരാൻ അവസരമുണ്ടാക്കി കൊടുത്ത റിപ്പബ്ലിക്കനായ റിച്ചാർഡ് നിക്സനാണ്. ഡോക്ടർ ഗോകുമാറിനൊക്കെ അറിയാം. 1972 യാഹ്യ ഖാന്റെ ഇടപെടൽ, പാകിസ്ഥാൻ പ്രസിഡന്റാണ് യാഹ്യ ഖാൻ ഇടപെട്ടുണ്ടാക്കിയ ബന്ധത്തിൽ മാവോസത്തുങ്ങും അതുപോലെ തന്നെ നിക്സനും ഉണ്ടായ ഒരു കാഴ്ചപ്പാടിന് ശേഷമാണ് 50 വർഷം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബിസിനസ് ഉണ്ടായതും ചൈന ഇന്ത്യക്ക് വലിയ ഭീഷണിയായിട്ട് ഉയർന്നതും. ഇതൊക്കെ ചെയ്തു കൊടുത്ത റിപ്പബ്ലിക്കൻ ആൾക്കാരാണ്. അവസാന കാലത്ത് ജോർജ് ബുഷ് നമ്മളോട് സ്നേഹം കാണിച്ചു എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. പിന്നെ ഡൊണാൾഡ് ട്രംപ് ഈ അടുത്തിടെ പറഞ്ഞത് മുഴുവൻ ഇന്ത്യക്കെതിരാണ്. ഗോകുമാർ കൂടെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹം നമ്മുടെ വായു മലിനീകരണത്തെക്കുറിച്ച്, നമ്മുടെ കൊറോണ വൈറസ് മറച്ചു വയ്ക്കുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ അതിലൊക്കെ യാഥാർത്ഥ്യം ഉണ്ടാവാം. പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തെ ഔദ്യോഗികമായി ഒരു ടെലിവിഷൻ സംവാദത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പുച്ഛിച്ച് തള്ളുകയായിരുന്നു. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇത്രയും സൗഹൃദം കാണിച്ചിട്ട് അദ്ദേഹം അത് കാണിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇന്ത്യയുടെ സുഹൃത്തെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരു നിമിഷം പി ജെയിംസ്, ഞാൻ ഒന്ന് ഡോക്ടർ ജി ഗോപകുമാറിലേക്ക് ആ പോയിന്റിൽ ഒന്ന് പോയിട്ട് വരട്ടെ. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വരാം പി ആർ ശിവശങ്കർ. ഡോക്ടർ ഗോപകുമാർ, അങ്ങ് എൻ്റെ ഒരു പ്രൊഫസർ കൂടിയാണ്. കാരണം ഇത് കൂടുതൽ അങ്ങേക്ക് ഈ കാര്യത്തിൽ പറയാൻ ഉണ്ട് എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി ഇന്ത്യയോടുള്ള ആറ്റിറ്റ്യൂഡ്, അവരുടെ ഫോറിൻ പോളിസിയിൽ അവർ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, അത് ഡെമോക്രാറ്റുകളെ അപേക്ഷിച്ച് എത്രമാത്രം വ്യത്യസ്തമായിരുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ അത് അങ്ങ് പറഞ്ഞാൽ നന്നായിരിക്കും. പി ജെയിംസ് പറഞ്ഞതിന്റെ തുടർച്ചയായി നിക്സൺ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ജോൺ എഫ് കെന്നഡി അടക്കമുള്ളവർ ചൈന വാറിൽ സ്വീകരിച്ചിരിക്കുന്ന ഇന്ത്യ അനുകൂല നിലപാടുകൾ. ഇവിടെ ജോ ബൈഡൻ, കമല ഹാരിസ് ഒരു ഭാഗത്ത് ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുമോ? അതല്ല, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമല ഹാരിസിന്റെ ഭർത്താവ് അടക്കമുള്ളവർ ഒരു പ്രോ പാകിസ്ഥാൻ, പ്രോ ചൈന നിലപാട് സ്വീകരിക്കുന്ന കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായി തുടരുന്ന ഒരു ഘട്ടം. ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്? ഡെമോക്രാറ്റ്സ് പരമ്പരാഗതമായിട്ട് മാനുഷികാവകാശങ്ങളും ജനാധിപത്യവും പ്ലൂറലിസവും ഇത്തരം വിശ്വാസങ്ങളെ എന്നും പിന്തുണച്ചവരാണ്. പക്ഷേ റിപ്പബ്ലിക്കൻസിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നില്ല. നമുക്കറിയാം, അതിൻ്റെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു തീവ്ര ദേശീയതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യം വരുമ്പോൾ റിപ്പബ്ലിക്കൻസിന് ആരും വേണമെന്നൊന്നുമില്ല, നല്ല രീതിയിൽ ബിസിനസ് വളരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ സാധ്യത, നാളെ ഇപ്പോൾ ബൈഡൻ ജയിച്ചെന്നിരിക്കട്ടെ, അതല്ല ട്രംപ് ജയിച്ചെന്നിരിക്കട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ മാറുന്ന ഇന്നത്തെ ബുദ്ധിമുട്ടുള്ള ഈ ലോകത്തിൽ ഇവരാര് വന്നാലും ഇന്ത്യയോടുള്ള നിലപാടിൽ വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. ഇപ്പോൾ ട്രംപ് നേരത്തെ വന്നപ്പോൾ ഹില്ലാരി ക്ലിൻ്റൺ സെക്രട്ടറി സ്റ്റേറ്റ് ഇരുന്നപ്പോൾ ചില പോളിസികളൊക്കെ മാറ്റിയിരുന്നു. പക്ഷെ അതൊന്നും ഇനി പറ്റത്തില്ല. ഇൻഡോ പസഫിക് വന്നു, ക്വാഡ് വന്നു, വിദേശ നയത്തിൽ നമുക്ക് വ്യക്തമായ നിലപാടുകൾ ഏഷ്യയിലേക്ക് വരുന്നു, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയും കൂടിയുള്ള 4 സംഘത്തിൻ്റെ പുതിയ നിലപാടുകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 പ്രസിഡന്റുമാർ, സ്ഥാനാർത്ഥികൾ ആര് വന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തര രാഷ്ട്രീയവും അന്തർദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് എടുക്കുന്ന നിലപാടല്ലാതെ പ്രത്യേകിച്ചൊരു പുഷ് ഈ 2 പേരിൽ ആർക്കും നൽകാൻ കഴിയില്ല. പി ആർ ശിവശങ്കർ, ഡോക്ടർ ജി ഗോപകുമാർ വളരെ അക്കാഡമിക് ആയിട്ടാണ് പറഞ്ഞത്. ഇതിൽ റിപ്പബ്ലിക്കൻസിന് ഇന്ത്യക്ക് കൂടുതൽ ഡൊണാൾഡ് ട്രംപ് ഗുണകരമാകും എന്ന് കരുതി ഇന്ത്യക്കാർ പോയി വോട്ട് ചെയ്തതിൽ അർത്ഥമില്ല എന്നാണ് ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞത്. അത് ജോ ബൈഡൻ ആവട്ടെ ഡൊണാൾഡ് ട്രംപ് ആവട്ടെ, 2 പേര് വന്നാൽ 50-50. പക്ഷേ കൂടുതൽ പ്ലൂറലിസ്റ്റ്, കൂടുതൽ ഡെമോക്രാറ്റിക്, കൂടുതൽ അക്കോമഡേറ്റീവ്, കൂടുതൽ ഇൻക്ലൂസീവ് ഡെമോക്രാറ്റ്സ് ആയതുകൊണ്ട് ഇന്ത്യക്കാർ ഡെമോക്രാറ്റ്സിനെ പിന്തുണയ്ക്കുന്നതല്ലേ രാഷ്ട്രീയമായ ജനാധിപത്യ ബോധത്തിന്റെ തുടർച്ച എന്നതാണ് പി ആർ ശിവശങ്കർ ചോദ്യം. ഞാനതിന് രണ്ടിനോടും വിയോജിക്കുന്നു. ഒന്ന്, അദ്ദേഹം ജെയിംസ് സാർ പറഞ്ഞതിൻ്റെ 79 വർഷം മുമ്പും അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നടന്ന അമേരിക്കൻ ചൈന ഒരു ട്രേഡ് റിലേഷൻ, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അമേരിക്ക ചൈനയോട് കാണിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയിലെ സാധാരണ ജനവിഭാഗത്തിന് ചൈനയോടുള്ള ഒരു രാഷ്ട്രീയത്തെ അതിനെ കുറച്ച് കാണരുത്, അതിനെ തെറ്റിദ്ധരിച്ച് കാണരുത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഗോപകുമാർ സാറ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. 2 സർക്കാർ വന്നാൽ
വന്നാലും അത് ഡെമോക്രാറ്റിക്, അത് പ്ലൂറലിസ്റ്റും അല്ലെങ്കിൽ ജനാധിപത്യവും വളരെ സഹിഷ്ണുതയുമായിട്ടൊന്നുമല്ല. രണ്ട് സർക്കാർ വന്നാലും ഇന്ത്യയെ അവർ മാറ്റി കാണാൻ സാധിക്കില്ല, അവർക്കതിനെ ചെറുതാക്കി കാണാൻ സാധിക്കില്ല എന്നുള്ള ആശയത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് അവിടുത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ വോട്ട് ലഭിക്കുവാൻ വേണ്ടി കിടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള പല പ്രതികരണങ്ങളുമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അതിൽ എനിക്ക് ഡോക്ടർ അരുണിനോട് ഒരു എതിർപ്പുള്ളത് ഈ എക്കണോമിസ്റ്റ് പോലുള്ള മാഗസിൻ അവിടെ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു. അത് തികച്ചും വരേണ്യവർഗത്തിൻ്റെ വളരെ എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങൾ സ്വാധീനമുണ്ട്. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഇവിടെ എക്കണോമിക് ടൈംസ് അമേരിക്കയിലെ ഏറ്റവും പോപ്പുലിസ്റ്റ് പത്രം എന്ന പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള മാഗസിൻ എന്ന അർത്ഥത്തിലല്ല. അമേരിക്കയിലെ റിച്ച് നിയോ ലിബറൽ വൈറ്റ് ഈ പറയുന്ന ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾക്കിടയിൽ ഇത് എക്കണോമിസ്റ്റിന് ഒരു നിർണായക സ്വാധീനമുണ്ട്. ആ എക്കണോമിസ്റ്റ് ആണ് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ തുടർച്ചയായി എഴുതുന്നതും അവസാനം ഓപ്പണായി പറയുകയാണ് ജോ ബൈഡൻ വോട്ട് ചെയ്യൂ, ഞങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ജോ ബൈഡൻ വോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊട്ടസ്റ്റന്റ് വൈറ്റ് നിയോ ലിബറൽ റിച്ച് വോട്ടിംഗ് ക്ലാസ് ഈ ട്രംപിനൊപ്പം ഇല്ലേ എന്നതാണ് ചോദ്യം. അല്ല, അവിടെയും എനിക്ക് കുറച്ച് സമയം തന്നെ, കാരണം ഞാൻ ഒരിക്കലും ട്രംപിനെ അല്ല അനുകൂലിക്കുന്നത്. ഞാൻ റിപ്പബ്ലിക്കാണ് ഇന്ത്യക്കാർക്ക് ഗുണകരമെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ട്രംപിനെയല്ല. ട്രംപിനോട് അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ അഭിപ്രായങ്ങളോട് എനിക്കും യോജിപ്പുണ്ട്, ഞാനത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ കാണേണ്ട രണ്ട് കാര്യം, ഇത്തരത്തിൽ അവിടെ ആയുധ വ്യാപാരവും മരുന്ന് വ്യാപാരവുമാണ് അവിടുത്തെ ഇത്തരത്തിലുള്ള റിച്ച് അഫ്ലുവൻറ്റ് അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ എക്കണോമിസ്റ്റ് അടക്കമുള്ള മാഗസിനുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആയുധ വ്യാപാരികളുടെ നിർണായകമായ വ്യാപാരം. അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധമുണ്ടാകുകയും ട്രംപിനെ മാറ്റുകയും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകാം. പക്ഷേ നമ്മൾ വേറൊന്നും കൂടി കാണാതെ പോകരുത്. ഈ കഴിഞ്ഞ രണ്ട് സർവേകളിലും 30 തൊട്ട് 32% വരെ രണ്ട് സർവേകളിൽ ബ്ലാക്ക് സപ്പോർട്ടഡ് ദ ട്രംപ്. അത് പല കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ദ ബ്ലാക്ക് ലൈവ് മാറ്റർ എന്നുള്ള ഒരു പ്രത്യേക സമരം വന്നതും അതിനെ ചൈന പ്രത്യേകിച്ച് സഹായിച്ചു എന്നുള്ളതും അത് ചില സോഷ്യൽ മീഡിയകളിൽ അത് വയലൻ്റായി ഉപയോഗിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകളും ഡിപ്ലോമാറ്റ് അടക്കമുള്ള അവിടുത്തെ ചില ഗാർഡിയൻ അടക്കമുള്ള പത്രങ്ങൾ പറഞ്ഞത് കേട്ടതും ചൈന സപ്പോർട്ടോട് കൂടി വന്നതാണോ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വരാം പി.പി. ജെയിംസിനോട് ഒറ്റ വാചകത്തിൽ എനിക്കൊരു മറുപടി വേണം. കാര്യം താങ്കൾ പി.പി. ജെയിംസിന്റെ വാദത്തെ ഖണ്ഡിക്കാൻ ശ്രമിച്ചതുകൊണ്ട് പി.പി. ജെയിംസ് റിപ്പബ്ലിക്കൻസ് അത് പഴയ കഥയല്ല, പുതിയ റിപ്പബ്ലിക്കൻസ് ആണ്, പഴയ റിപ്പബ്ലിക്കൻസ് ആണ്. പി.പി. ജെയിംസ് അല്ല, അത് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജോർജ് ബുഷ് വന്നതിന് ശേഷം മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ അരുൺ തന്നെ പറഞ്ഞ പോലെ ജനാധിപത്യപരമായി മനുഷ്യനായി കാണുന്ന കറുത്തവരും വെളുത്തവരും ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് അമേരിക്കയിലെ ജനാധിപത്യത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ആ ജനാധിപത്യം അതിൻ്റെ വലിയ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഡെമോക്രാറ്റ്സ് ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ റിപ്പബ്ലിക്കൻസിൻ്റെ ആ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. വെളുത്ത വർഗ്ഗക്കാരൻ്റെ വാസ്പ തിയറി അനുസരിച്ച് വൈറ്റ് അമേരിക്കൻ പ്രോട്ടസ്റ്റന്റിന്റെ ഒരു ലൈനിലാണ് നിൽക്കുന്നത്. ഡോക്ടർ എസ് എസ് ലാലിലേക്ക് കൂടി. ഡോക്ടർ എസ് എസ് ലാൽ, ട്രംപ് അല്ലെങ്കിൽ ജോ ബൈഡൻ ആർക്കാണ് കൂടുതൽ ഇന്ത്യക്ക് ഗുണകരം? ആ തീസിസിനെ ഡോക്ടർ ജി ഗോപകുമാർ 50-50 ചാൻസാണ് പറയുന്നത്. അങ്ങനെ പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. മാറിയിരിക്കുന്ന ഒരു വിദേശ കാര്യത്തിന്റെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ സെനാറിയോ മൊത്തം മാറിയിരിക്കുന്നു. സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്സിൽ തന്നെ കാര്യമായിട്ടുള്ള ഗ്രൂപ്പിംഗ് ഒക്കെ നടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രംപ് വന്നാലും ബൈഡൻ വന്നാലും ഇറ്റ്സ് 50-50 ചാൻസ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ റീഡിംഗ് തന്നെയാണോ ലാലിനും ഉള്ളത്? ഞാൻ അക്കാര്യത്തിൽ ഗോകുമാർ സാറിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ട്രംപിനെ പോലൊരാൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സവിശേഷതകളും ഭരണത്തെ ബാധിക്കും. അദ്ദേഹത്തെ പോലൊരാൾ എല്ലാവർക്കും എതിരാണ്. അമേരിക്കക്കാർക്ക് ഒഴികെ അമേരിക്കയിൽ തന്നെ പലരോടും അദ്ദേഹത്തിന് എതിർപ്പാണ്. അത്തരം എതിർപ്പുകളുടെ അല്ലെങ്കിൽ അത്തരം വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മൊത്തത്തിലുണ്ടാകുന്ന പല നടപടികളും ഇന്ത്യക്കാർക്ക് ദോഷകരമായിട്ട് വരും. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന, വ്യക്തിപരമായിട്ട് അറിയാവുന്ന 10 വർഷമായിട്ട് അമേരിക്കയിൽ ജീവിച്ച കുടുംബം തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിസ പോളിസിയിലുണ്ടായ വ്യത്യാസങ്ങൾ കാരണം. അപ്പോൾ കുട്ടി അമേരിക്ക ജനിച്ച കുട്ടിയാണ്, 10 വയസ്സ് വരെ ആയി. അപ്പോൾ അവനോട് സിറ്റിസനാണ്, പക്ഷേ പേരൻസ് അവിടുത്തെ സിറ്റിസൻസ് അല്ല. അവിടുത്തെ അമേരിക്കൻ സിറ്റിസൺ ആകുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷെ അവിടെ പോയി അതിന് വേണ്ടിയിട്ട് 10 വർഷം ജീവിതത്തിൽ സ്പെൻഡ് ചെയ്ത് അവർ തിരിച്ച് എല്ലാം ഊരിപ്പറിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യക്കാരോട് ചെയ്തതല്ല, മൊത്തത്തിൽ അദ്ദേഹത്തിന് അവിടെ നേരത്തെ പറഞ്ഞില്ല, ഇമിഗ്രൻസിനെ കൊണ്ട്, കുടിയേറ്റക്കാരെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ കുടിയേറ്റക്കാരെ കൊണ്ടൊരു രാജ്യം സൃഷ്ടിച്ച് അവർ അവിടെ അതുവരെ ചെയ്ത സഹായങ്ങൾ അതെല്ലാം മറന്നുകൊണ്ടും കുടിയേറ്റക്കാരനെ ശത്രുക്കളാണെന്നുള്ളൊരു പോളിസി ട്രംപിന് പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടും കൂടെ ഉള്ളതുകൊണ്ട്
ഒരുപക്ഷെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൂടുതൽ ദോഷമുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. ഡോക്ടർ ജി ഗോപകുമാറിലേക്ക് കൂടി ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര ഇപ്പോൾ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ നിന്ന് തത്സമയം നമുക്ക് റിപ്പോർട്ടിംഗ് തരും. അതിന് തൊട്ട് മുമ്പ് എനിക്ക് ഡോക്ടർ ജി ഗോപകുമാറിലേക്ക് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നുള്ള രാഷ്ട്രീയം, അതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ PR ശിവശങ്കർ, ചൈന അടക്കമുള്ളവർ അതിനെ ഫണ്ട് ചെയ്തിട്ടുണ്ടാവാം ഡൊണാൾഡ് ട്രംപിനെതിരായി എന്നൊരു ആർഗ്യുമെന്റ് കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിത്തവണ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ സാധ്യതയുള്ളത് ഒരു ജോർജ് ഫ്ലോയിഡിന് ശേഷമുള്ള ഒരു സാഹചര്യത്തിൽ, പ്ലസ് സ്വിംഗ് സ്റ്റേറ്റുകളിലെ സാധ്യത ഇത്തവണ പെൻസിൽവാനിയ അടക്കം ഫ്ലോറിഡ അടക്കം, ഫ്ലോറിഡയിലേക്ക് റിസൾട്ട് എനിക്ക് നാളെ രാവിലെ 10 മണിയോടുകൂടി പുറത്തു വരാനാണ് സാധ്യത ഈ ഇൻ പേഴ്സൺ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ. എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഈ സ്വിംഗ് സ്റ്റേറ്റ് എഫക്ട് ഇത്തവണ എങ്ങനെയായിരിക്കും? അങ്ങ് കണക്കാക്കുന്ന ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്, പ്ലസ് ഈ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ? ഇതിൽ ആദ്യം ബ്ലാക്ക് ലൈവ്സ് മാറ്ററിനെ കുറിച്ച് തന്നെ പറയാം. ഈ പരമ്പരാഗതമായി ഡെമോക്രാറ്റ്സിൻ്റെ ഒരു വലിയൊരു ശക്തി സ്രോതസ്സാണ് ബ്ലാക്ക് കമ്മ്യൂണിറ്റി. അതിന് ഒരുപാട് അനുഭവങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ജോർജ് ഫ്ലോയിഡ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് അടുത്ത കാലത്ത് വന്നൊരു സംഭവം എന്നുള്ള നിലയിൽ അതിന് വലിയൊരു മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചൈന സഹായിച്ചോ ഇല്ലയോ എന്നുള്ള വാർത്തകൾ എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക്, ന്യൂനപക്ഷക്കാർക്ക്, വെളുത്ത വർഗ്ഗക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പോലീസ്, അമേരിക്കൻ പോലീസ് ഫ്ലോയിഡിനോട് ചെയ്ത അനീതി, അതിനുശേഷം നടന്ന കുറച്ച് ഏറ്റുമുട്ടൽ, ഇവയെല്ലാ കാര്യത്തിലും കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ട്രംപ് വിരോധത്തിന് കാരണമാക്കി. അത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പോളിങ്ങിനെ വർദ്ധിപ്പിക്കാൻ ഒരു ഘടകമായി മാറി. അപ്പോൾ ഈ പാൻഡമിക്കും എക്കണോമിക് ഇഷ്യൂസും കഴിഞ്ഞാൽ ഞാൻ കാണുന്ന മൂന്നാമത്തെ പ്രാധാന്യം ബ്ലാക്ക് ലൈവ്സ് മാറ്റർ തന്നെയാണ്. അതിനൊരു എഫക്റ്റ് ഉണ്ട്. പക്ഷേ ആദ്യത്തെ രണ്ടിനും വളരെ വലിയ എഫക്റ്റ് ഉണ്ട്, പാൻഡമിക്കിനും എക്കണോമിക് ആസ്പെക്റ്റും. അത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കണം, വേർതിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലായി കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞാൽ വരുന്നത് ബ്ലാക്ക് ലൈവ്സ് മാറ്ററാണ്. അത് പ്രത്യേകിച്ച് ഒരു ഇൻ്റഗ്രേറ്റഡ് സൊസൈറ്റിയായി മാറുന്നതിന് പകരം ഒരു വാസ്പിൻ്റെ മാത്രമുള്ള ഒരു വൈറ്റ് അമേരിക്കൻ കൾച്ചറിലേക്ക് അമേരിക്ക ചുരുങ്ങി വരുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും കുടിയേറ്റക്കാർക്കെതിരെയും കറുത്തവർഗ്ഗക്കാർക്കെതിരെയും നടത്തിയ ആക്രമണം അത് വലിയ രീതിയിൽ വിവാദങ്ങളുണ്ടാക്കി. അക്കാര്യത്തിൽ ഇന്നലെ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞു കറുത്തവർഗ്ഗക്കാർ എനിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന്. അവസാനം അത്രയെങ്കിലും പറയാൻ അദ്ദേഹത്തിന് അവസാനം തോന്നിയല്ലോ. കുറച്ച് നേരത്തെയൊക്കെ ഇത് പറഞ്ഞു തുടങ്ങിയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു, അത്തരം നടപടികൾ എടുത്തിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് പോലും ഞങ്ങളെപ്പോലുള്ളവർക്ക് തോന്നിയിട്ടുണ്ട്. കാര്യത്തിൽ അത് പറഞ്ഞോളൂ. സ്വിംഗ് സ്റ്റേറ്റിലേക്ക് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം. അതെ, സ്വിംഗ് സ്റ്റേറ്റ്സിൽ വാസ്തവത്തിൽ വളരെ നെക്ക് ആൻഡ് നെക്ക് റേസാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സർവേകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അപൂർവം ചില സർവേകൾ മാത്രമാണ് ഫ്ലോറിഡയിലും മറ്റും ബൈഡന് നല്ല കാര്യമായിട്ടുള്ള ലീഡ് കൊടുത്തിരിക്കുന്നത്. വളരെ നെക്ക് ആൻഡ് നെക്ക് റേസാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന മിച്ചിഗൻ ആയാലും വിസ്കോൺസിൻ പെൻസിൽവേനിയ ആയാലും ഫ്ലോറിഡ ആയാലും നോർത്ത് കരോലിന, ഇവ എല്ലാത്തിലും നെക്ക് ആൻഡ് നെക്ക് റേസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒരു ഭാഗം ട്രംപിന് അനുകൂലമായിട്ട് വരുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ എൻ്റെ ഒരു തോന്നൽ വിസ്കോൺസിനിലും പെൻസിൽവേനിയയിലും ബൈഡൻ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട്, ഫ്ലോറിഡ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ 5-6 സ്റ്റേറ്റുകളിൽ ഒരൊറ്റ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ നരേന്ദ്രമോദി ഈ ഹൗഡി മോഡി ക്യാമ്പയിനിടയിൽ പോയി ഒരു മുഴം മുന്നേ എറിഞ്ഞത് അബദ്ധമായി തീർന്നു എന്ന് അങ്ങ് കരുതുന്നുള്ളൂ? കാര്യം ഈ അബ്കി ബാർ ട്രംപ് സർക്കാർ എന്നൊരു ഇലക്ഷൻ ക്യാമ്പയിൻ സ്ലോഗൻ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഹൗഡി മോഡിയിൽ പറയുന്ന സമയത്ത് സ്വാഭാവികമായും ഡെമോക്രാറ്റുകൾക്കിടയിൽ അത്തരത്തിലൊരു വിരുദ്ധത ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം അമേരിക്കയിലെ രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് അത്ര പാർട്ടി ഐഡിയോളജിയിലുള്ളൊരു പ്രസക്തിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂസും ഇൻട്രസ്റ്റുമാണ് പ്രധാനം. അപ്പോൾ ഇഷ്യൂസിന് ഇൻട്രസ്റ്റിനും പ്രാധാന്യം നൽകുമ്പോൾ ഇന്ത്യ ഒരു വളരുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഡെമോക്രാറ്റിക് പ്രസിഡന്റിനും റിപ്പബ്ലിക്കൻ പ്രസിഡന്റിനും ഒരുപോലെ കാണാനേ പറ്റുള്ളൂ. ഡോക്ടർ ജി ഗോപകുമാർ, താങ്ക്സ് എ ലോട്ട് ഡോക്ടർ SS ലാൽ, താങ്ക് യു PR ശിവശങ്കർ, താങ്ക് യു PP ജെയിംസ്. നമുക്കൊപ്പം മധു ചേരുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നും ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും എല്ലാം തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്കയിലെ പലയിടങ്ങളിലും ഇൻ പേഴ്സൺ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. തത്സമയം ചേരുന്നു പോളിംഗ് വിശേഷങ്ങളുമായി മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും. തത്സമയം മധു കൊട്ടാരക്കര, ഹാപ്പി ഇലക്ഷൻ ഡേ. എന്താണ്, പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു, അങ്ങ് നിൽക്കുന്നത് എവിടെയാണ്? വോട്ട് ചെയ്തു കഴിഞ്ഞോ? താങ്കളും താങ്കളുടെ ഭാര്യയും ഇത്തവണ ഡൊണാൾഡ് ട്രംപിന് എതിരായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Am I right? വോട്ട് ഒരു കുംഭസാര രഹസ്യം പോലെ ഇരിക്കട്ടെ അരുൺ. അത് ജയിച്ചു കഴിഞ്ഞ് ആര് വന്നാലും അവരായിരിക്കും നമ്മുടെ പ്രസിഡന്റ്.
ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോൾ ന്യൂജേഴ്സിയിലെ എഡിസൺ എന്ന് പറയുന്ന സ്ഥലത്തെ പോളിംഗ് സ്റ്റേഷനിലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ എഡിസൺ. ഇവിടെ 5:30 തന്നെ ആൾക്കാര് വോട്ടിങ്ങിനായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. 6 മണിക്ക് വോട്ടിംഗ് തുടങ്ങി. ഇപ്പൊ ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഏകദേശം ഒരു 200 ആൾക്കാർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും 6 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു. ഈ ആദ്യം വന്നവരിൽ ഡെമോക്രാറ്റ്സ് ആയിരിക്കുമോ റിപ്പബ്ലിക്കൻസ് ആയിരിക്കുമോ കൂടുതലുള്ളത്? കാരണം ഈ തപാൽ വോട്ടിൽ കൂടുതൽ ഡെമോക്രാറ്റുകളുടെ വോട്ട് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇൻ പേഴ്സണൽ റിപ്പബ്ലിക്കന്റെ ഒരു ഇടിച്ചു കയറ്റം ഉണ്ടാവുമോ? അരുൺ, അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. 5:30 ഇരുട്ടായിരുന്നു ഇവിടെ. അല്ലെങ്കിൽ കണ്ടാലും തിരിച്ചറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ കണ്ടാലും നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ ഡെമോക്രാറ്റുകൾ. എന്തായാലും വൈറ്റ് പീപ്പിൾ ആണോ അതല്ല മറ്റു വിഭാഗത്തിൽപ്പെട്ട റേഷ്യൽപ്പെട്ടവരാണോ കൂടുതലായിട്ടുണ്ടായിരുന്നത്? 2 ആൾക്കാരും ഉണ്ടായിരുന്നു. തന്നെയല്ല, ന്യൂജേഴ്സി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ചൈനക്കാരുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വോട്ടിങ്ങിന് എത്തിയവരിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. റൈറ്റ്. മധു, എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് വേണം. നേരം പുലരുന്നതേ ഉള്ളൂ. അതിനിടയിൽ തന്നെ ധാരാളം ആളുകൾ വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാം അടുത്ത ബുള്ളറ്റിന്റെ ഭാഗമായി. എന്തായാലും ഇപ്പോൾ പുലർച്ചെ അമേരിക്കയിൽ ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര പോളിംഗ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട്, ന്യൂജേഴ്സിയിലെ എഡിസൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോളിംഗ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് തത്സമയം വിവരങ്ങൾ കൈമാറിയത്. ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കരയോട് താങ്കൾ ഡൊണാൾഡ് ട്രംപിനെതിരായിട്ടാണ് വോട്ട് ചോദിക്കാൻ പോയത് ചോദിച്ചത് തമാശയ്ക്ക് കരുതിയാൽ മതി. കുംഭസാര രഹസ്യം പോലെ തന്നെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ട രഹസ്യമാണ് ഈ ബാലറ്റ് സിസ്റ്റത്തിലുള്ള സീക്രട്ട് ബാലറ്റിലുള്ള ഈ വോട്ട് എന്നുള്ളത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇലക്ട്രൽ കോളേജിന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രക്രിയയാണ്. അത് ആരെ പിന്തുണയ്ക്കുന്നുവെന്ന് ചിലർ ഓപ്പണായി പറയും, ചിലർ രഹസ്യമാക്കി വെക്കും. അത് അവരുടെ അവകാശമാണ്, അത് മാനിക്കുന്നു. അത് ഞാൻ ലംഘിച്ചിട്ടില്ല എന്നൊരിക്കൽ കൂടി പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു. ദാറ്റ്സ് എ കാഷ്വൽ ചാറ്റ്. എന്തായാലും അമേരിക്ക വരാൻ പോകുന്ന നിമിഷങ്ങളിൽ ആർക്കൊപ്പമാണ് എന്നതിൻ്റെ സൂചനകളാണ്. ഈ 10 കോടി ആളുകൾ ഇതിനകം തന്നെ തപാൽ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഡെമോക്രാറ്റ്സിനാണെങ്കിൽ ഇനി വരാൻ പോകുന്ന 4-5 കോടി വോട്ടുകൾ അത് നിർണായകമാകുന്നത് പെൻസിൽവാനിയ, അരിസോണ, ഫ്ലോറിഡ, വിസ്കോൺസിൻ, മിഷിഗൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ വോട്ടുകളാണ്. ഇവിടെ എങ്ങനെയായിരിക്കും എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ 10 മണിയോടുകൂടി ഒരുപക്ഷെ ആദ്യ ഫല സൂചനകൾ എത്തും. പക്ഷേ അപ്പോഴും തപാൽ വോട്ടുകൾ എണ്ണിത്തീരാൻ ദിവസങ്ങൾ എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ 4-5 ദിവസങ്ങൾക്ക് ശേഷമേ കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ കരുതുന്നു.